പ്രാർത്ഥനാഗാനത്തോടുകൂടെ പൊതുസമ്മേളനം ആരംഭിക്കുന്നു. പ്രാർത്ഥനാഗാനത്തിനായി സൂസന്ന സന്തോഷിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രത്യേക അറിയിപ്പ്. മൂറോൻ കുദാശ ചെയ്യപ്പെട്ട പുതിയ ദേവാലയത്തിൽ നാളെ അഭിയോന്യ പിതാക്കന്മാരോടൊപ്പം വിശുദ്ധ ബലി അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും അതിനുള്ളതായ അവസരം ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുള്ളതായ അംശവസ്ത്രവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ അവസരം പ്രയോജനപ്പെടുത്തുവാൻ ബഹുമാനപ്പെട്ട വൈദികർ പരിശ്രമിക്കണമെന്ന് സ്നേഹപൂർവ്വം അർപ്പിക്കുന്നു. ഈ പുസ്തകസമ്മേളനത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം നേർന്നുകൊണ്ട് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോൺ തുണ്ടിത്തച്ചൻ സംസാരിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനും പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷനുമായ അഭിനന്ദനായ യുഹാനോൻ ക്രിസോസ്റ്റം പിതാവേ, ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും പ്രിയങ്കരനായ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമേനി, മറ്റ് പിതാക്കന്മാരെ, ജനപ്രതിനിധികളെ, ബഹുമാനപ്പെട്ട മദർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ,
മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ നിമിഷം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന വലിയ ഒരു ഭാഗ്യത്തിന് നാം എല്ലാവരും ഇപ്പോൾ സാക്ഷികളായിരിക്കുകയാണല്ലോ. പത്തനംതിട്ട പ്രദേശത്തെ സംബന്ധിച്ചോളം അതിന്റെ ഹൃദയഭാഗത്ത് ഒരു ദൈവാലയം പണിതുയർത്തുവാൻ, ആ പണിയിൽ പങ്കാളികളാകുവാൻ, ആ പണിയിൽ ഏതെങ്കിലും തരത്തിൽ സഹായികളാകുവാൻ നമുക്ക് ഏവർക്കും സാധിച്ചതിലുള്ളതായ കൃതജ്ഞതയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളുള്ളത് എന്ന് എനിക്കറിയാം. ഏതാണ്ട് 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കല്ലിട്ട് പണി ആരംഭിച്ചതായ ദൈവാലയം ഇന്ന് അത് മൂറോൻ കൂദാശ ചെയ്യപ്പെട്ട് ദൈവജനത്തിനായി തുറന്നു കൊടുക്കപ്പെട്ടിരിക്കുന്നതായ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം. നമുക്കറിയാം, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ടാണല്ലോ ഇതിന്റെ അടിസ്ഥാന ശില ആശീർവദിച്ച് തന്നത്. ഒരുപക്ഷെ കാതോലിക്ക ബാബായുടെ മനസ്സിൽ മാത്രമായിരിക്കാം അന്ന് ഇതൊരു കത്തീഡ്രലിന്റെ അടിസ്ഥാന ശിലയാണ് എന്നുള്ള ചിന്ത. എങ്കിലും ദൈവ നടത്തിപ്പ്, ദൈവ പരിപാലന എത്രമാത്രം അന്നു മുതൽ ഇതിലുണ്ട് എന്നതിന്റെ സൂചനയല്ലേ അത്. അഭിനന്ദ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബ തന്നെ അന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശത്ത്, ഈ പത്തനംതിട്ടയില് മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് ആശീർവദിച്ച് അനുഗ്രഹിച്ചു കൊടുത്തു വിട്ടതായ കല്ല് ഇവിടെ പ്രതിഷ്ഠിക്കുവാനായിട്ടിടയായി. അദ്ദേഹത്തിന്റെ കരങ്ങളാൽ തന്നെ ഇന്ന് ഇത് മൂറോൻ കൂദാശ ചെയ്യപ്പെട്ടു എന്ന് കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഏറെ അഭിമാനമാണ്, ഏറെ സന്തോഷമാണ്. ഈ അനുഗ്രഹീത നിമിഷത്തില് എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതായ കർത്തവ്യമാണ് എന്റേത്. നമുക്കറിയാം, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിമന്യനായ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്തയാണ്. ഹൃദയം നിറയെ വേദനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ വത്സല പിതാവ് ഈ ലോകം വിട്ടുപോയി. ഇപ്പോൾ മോർച്ചറിയിലെ മൃതശരീരം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ നടത്തിച്ചു തരുന്നത്. ഞങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ഇതുവഴിയായിട്ട് പ്രയാസപ്പെടരുത്, നിങ്ങൾ ഇതുവഴിയായിട്ട് വേദനിക്കരുത് എന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഓടി നടന്ന് ഇതിന്റെ മുമ്പില് പ്രവർത്തിച്ചത്, ഇതിന്റെ മുമ്പിൽ കടന്നു വന്നത്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഞങ്ങൾക്കറിയാം, പാതിരാത്രിക്കും വെളുപ്പിന് 2 മണിക്കുമൊക്കെ ഇവിടെ കയറി വരും. പണി എന്തായി, എത്രത്തോളമായി എന്ന് ചിലപ്പോഴൊക്കെ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവ് പറയും, ഉറക്കം വരുന്നില്ല, കിടക്കുമ്പോഴൊക്കെയുള്ള ചിന്ത ഇതാണ്, ഈ പറയുന്ന തീയതിയില് ഇത് പൂർത്തീകരിക്കുവാനായിട്ട് കഴിയുമോ എന്ന്. ഞങ്ങളൊക്കെ നല്ല കോൺഫിഡൻസ് കൊടുത്ത്, പിതാവെ വിഷമിക്കേണ്ട, ആ ദിവസങ്ങൾ തന്നെ ഇത് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയും, ഇത് കൂദാശ ചെയ്യപ്പെടുവാൻ അഭിനന്ദ പിതാവിന്റെ താല്പര്യപ്രകാരം ഇത് കൂദാശ ചെയ്യപ്പെടുവാനായിട്ട് കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകും. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവ് ഈ ലോകം വിട്ടുപോകാനിടയായത്. ഞങ്ങൾക്കറിയാം, അത് കൂടുതൽ പ്രയാസമുണ്ടാക്കി കാണും, കൂടുതൽ വിഷമുണ്ടാക്കി കാണും. എങ്കിൽ പോലും അതൊന്നും മുഖത്ത് കാണിക്കാതെ ഇതിലെല്ലാം പിമ്പിലും ഓടി നടന്നുകൊണ്ട് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായ ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ അഭിമന്യനായ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം പിതാവിനെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ തലവൻ അഭിമന്യനായ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിന് അടിസ്ഥാന കല്ല് ഇവിടെ നിന്നും റോമിൽ കൊണ്ടുപോയി
മാർപ്പാപ്പ തിരുമനസ്സിനെ കണ്ട് രഹസ്യമായിട്ട് ഒരുപക്ഷെ അന്ന് തന്നെ പറഞ്ഞു കാണും, ഇതൊരു കത്തീഡ്രൽ ദേവാലയത്തിന്റെ കല്ലാണ് എന്ന്. രഹസ്യം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും പറഞ്ഞു കാണുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടെ നാട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന ഒരു കല്ല് മാർപ്പാപ്പ തിരുമനസ് കൊണ്ട് വാഴ്ത്തി കൊടുത്തത്. അന്ന് ആ വാഴ്ത്തി കൊടുക്കപ്പെട്ടതായ കല്ല് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ അഭിമന്യ പിതാവ് തന്നെ ഇവിടെ സ്ഥാപിച്ച് ഇതിനടിസ്ഥാനമിടുകയും തിരുവനന്തപുരം മേദ്ര തിരുപതിയുടെ ഭാഗമായിരുന്ന ആ കാലഘട്ടങ്ങളിൽ മാത്രമല്ല, ഈ ദിവസങ്ങളിലൊക്കെ വളരെ താല്പര്യത്തോടുകൂടി പിതാവ് ഇതിന്റെ പണിയിൽ വളരെയധികം ശുഷ്കാന്തി കാണിച്ചു, താല്പര്യം കാണിച്ചു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെ കാണുമ്പോഴൊക്കെ പിതാവ് ചോദിക്കുന്നതാണ്, സമയത്ത് തീരുമല്ലോ, സമയത്ത് തീർക്കണം, സാധിക്കും നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ പിതാവിന്റെ ആ ഒരു ഹൃദയം ഞങ്ങൾ ഈ അവസരത്തിൽ കാണുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കൻ കൺവെൻഷന് പോയിട്ട് തിരിച്ചു വന്ന അന്ന് തന്നെ പത്തനംതിട്ടയിൽ ഓടിയെത്തി പിതാവ് കുറേ മണിക്കൂറുകള് ഈ മുറ്റത്ത് ചെലവഴിച്ച് ഇതിന്റെ കുറവുകള്, ഇതിന്റെ പോരായ്മകള്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, അതിന്റെ നന്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്ന് ഇത്രമാത്രം സ്നേഹനിധിയായ ഒരു പിതാവ് മലങ്കര സഭയുടെ തലവനായിട്ടുണ്ട് എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. ഇതിന്റെ സ്വാഗത പ്രസംഗത്തിനിടയിൽ അഭിമന്യനായ ക്രിസോസ്റ്റം പിതാവ് ഓർമ്മിപ്പിച്ചു, വലിയൊരു തുക തന്നെ ഇതിന്റെ പണിക്ക് വേണ്ടിയിട്ട് അഭിമന്യനായ ക്ലീമീസ് കാതോലിക്ക ബാബ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട്, അതുപോലെ തന്നെ പ്രോത്സാഹനം കൊണ്ട് ഇന്നിവിടെ കടന്നു വന്നിത് ആശീർവദിച്ച് അനുഗ്രഹിച്ച് നമുക്ക് എല്ലാവർക്കുമായിട്ട് ഇത് കടന്നു തന്നതായ അത്യഭിമന്യനായ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബയെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈ നാട്ടിന്റെ MP ആയ പത്തനംതിട്ടയുടെ പാർലമെന്റ് മെമ്പറായിരിക്കുന്ന ശ്രീമാൻ ആന്റോ ആന്റണിയാണ്. നമുക്കറിയാം, ഏത് കാര്യം അദ്ദേഹത്തോട് പറഞ്ഞാലും ഒരു പ്രയാസമില്ല, ഏറെ സന്തോഷമാണ്. എപ്പോൾ പറഞ്ഞാലും ഏത് കാര്യം സാധിച്ചു തരണമെങ്കിലും അദ്ദേഹത്തിന് യാതൊരു പ്രയാസമില്ലാത്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനാണ്. തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്, പത്തനംതിട്ടയുടെ ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഇതിനോടകം വലിയൊരു സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നതിന്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ ആന്റോ ആന്റണി MP-യെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രണ്ട് അഭിമന്യരായ പിതാക്കന്മാരുടെ വലിയ സാന്നിധ്യം നമ്മുടെ ഈ സമ്മേളനത്തിലുണ്ട് എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാർത്തോമാ സഭയുടെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുന്ന അഭിമന്യനായ ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പ ഒരു 5 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ കടന്നു വന്നു. ഈ മുറ്റത്തെല്ലാം നടന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഇതെല്ലാം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, വളരെ മനോഹരമായിരിക്കുന്നു, ഞാൻ തീർച്ചയായിട്ടും കൂദാശയ്ക്ക് വരും, നന്നായി കാര്യങ്ങൾ പോകുമെന്ന് പറഞ്ഞ് ആ അഭിമന്യനായ അത്തനാസിയോസ് പിതാവ് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചത് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ കാണുകയാണ്. കാരണം നമ്മുടെ ഒരു സഹോദരി സഭയുടെ മെത്രാപ്പോലിത്ത ഇപ്രകാരം ഈ മുറ്റത്ത് കടന്നു വന്ന് ഇവിടുത്തെ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് കാണുന്നത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ്. പിതാവെ, എല്ലാവരുടെയും പേരിൽ അഭിമന്യനായ ഗീവർഗീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പായെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത അയൽവാസി, ഒരു നല്ല അയൽക്കാരൻ അഭിമന്യനായ യൂഹാനോർ മാർ മെലത്തിയോസ് തിരുമനസ്. തീർച്ചയായിട്ടും അദ്ദേഹം വളരെ കുറച്ച് സംസാരിക്കുകയുള്ളൂ, വളരെ സ്നേഹം നിറഞ്ഞ മനുഷ്യനാണ്, ഹൃദയം മുഴുവൻ സ്നേഹത്തിന്റെ വക്താവാണ്. അങ്ങനെയുള്ളതായ യാക്കോബായ സഭയുടെ തുമ്പുവൻ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്ത അഭിമന്യനായ യൂഹാനോർ മാർ മെലത്തിയോസ് തിരുമനസിനെ ഈ സമ്മേളനത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. റാന്നിയുടെ പ്രിയങ്കരനായ MLA രാജു എബ്രഹാം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം, പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചോളം അദ്ദേഹം പത്തനംതിട്ടക്കാരനാണെന്ന് എല്ലാവരും പറയും, റാന്നിക്കാർ പറയില്ല അത് ഞങ്ങളുടേതാണ് എന്ന്. ഏത് കാര്യത്തിനും രാജു എബ്രഹാമിനെ വിളിച്ചാൽ അദ്ദേഹം മുൻപന്തിയിലുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹത്തെ ഇന്നും തോൽപ്പിക്കാൻ ആരുമില്ലാത്ത വിധത്തിലേക്ക് അദ്ദേഹം ഏറെ ജനകീയനായിട്ട് മാറിയത്. എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹം മരിക്കുന്നത് വരെ മിക്കവാറും ഇവിടെ റാന്നിയുടെ MLA ആയിട്ട് മുന്നോട്ട് പോകും, പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ. ഏതായാലും ഈ അവസരത്തിൽ ഇവിടെ കടന്നു വന്നതിന്റെ പേരിൽ ഏറ്റവും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജു എബ്രഹാം MLA ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ
ബഥനി പ്രൊവിൻഷ്യൽ ഹൗസിന്റെ മദർ സുഹൃത, നമുക്കറിയാം പത്തനംതിട്ട കത്തീഡ്രലിലെ അംഗമാണ്, അല്ലെങ്കിൽ പ്രദേശത്തിന്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. എല്ലാ സന്യാസിനികളുടെയും പ്രതിനിധിയായിട്ടാണ് ബഹുമാനപ്പെട്ട മദർ സുഹൃത ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ പിതാവിന്റെ കൂടെ നിന്നുകൊണ്ട് ഈ ദിവസങ്ങളിലെ പരിപാടിക്ക് ഏതൊക്കെ തരത്തിൽ സഹായം ചെയ്തു തരണമെന്നുള്ളതൊക്കെ എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന് പിതാവിനെ പ്രോത്സാഹിപ്പിച്ച ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയാണ് ബഹുമാനിയായ മദർ സുഹൃത. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ പ്രൊവിൻഷ്യൽ സെക്രട്ടറിയായിട്ടും ഈ ബഥനി സന്യാസിനി സമൂഹത്തെ വളർത്തുന്നതിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും പേരിൽ ബഹുമാനിയായ മദർ സുഹൃതയെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മറ്റൊരു അയൽവാസിയാണ് ശ്രീമാൻ ജെറി ഷൗമൻ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വന്ന വ്യക്തിയാണ്. എപ്പോൾ കണ്ടാലും ഏത് കാര്യത്തിനും ജെറീഷോ ഇവിടെ കടന്നു വരുന്ന വ്യക്തിയാണ്. ഈ ദേവാലയ കൂദാശയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്നതായ ശ്രീമാൻ ജെറീഷോമനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഇവിടെ പരിസരത്തൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരെയും മലങ്കര സഭയുടെ പിതാക്കന്മാർ മാത്രമല്ല മറ്റു സഭയുടെ പിതാക്കന്മാരൊക്കെയും ഈ അനുഗ്രഹീതമായ നിമിഷത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ സ്നേഹത്തോടുകൂടി കാണുകയാണ്. നമ്മുടെ എല്ലാ രൂപതകളുടെയും പ്രതിനിധികൾ, വൈദിക ശ്രേഷ്ഠര്, വികാരി ജനറൽ അച്ഛന്മാരൊക്കെ കടന്നിവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഞാൻ സ്നേഹത്തോടുകൂടി കാണുകയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ധാരാളം പേര് പലയിടത്തുനിന്നുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും സ്നേഹത്തോടുകൂടി കാണുകയാണ്. ദൈവജനം നമ്മുടെ 100 ഇടവകളിൽ നിന്ന് മാത്രമല്ല മറ്റെല്ലാ ഇടവകകളിൽ നിന്നും സമീപ മറ്റ് സഹോദരി സഭകളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടെ കടന്നു വന്നു. എല്ലാവരെയും ഞാൻ സ്നേഹത്തോടുകൂടി കാണുകയാണ്. ഈ ഇടവാങ്ങളെ കാണുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻ മോർ ബെസേരിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത തിരുമേനി, നമ്മുടെ അഭിനന്ദരായ ഗീവർഗീസ് മാർ അഥനാസ്യോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിനന്ദനായ യൂഹാനൻ മാർ മിലിത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി, നമ്മുടെ പ്രിയങ്കരായ ജനപ്രതിനിധികൾ ശ്രീ ആന്റണി എം പി, പ്രിയപ്പെട്ട ശ്രീ രാജു എബ്രഹാം MLA, ശ്രീ ജെറി ഈശ ഉമ്മൻ, ശ്രീ PK ജോസഫ്, പ്രിയപ്പെട്ട നമ്മുടെ കത്തീഡ്രൽ വികാരി, നമ്മുടെ മദർ പ്രൊവിൻഷ്യൽ മദർ സുഹൃത, ബഹുമാനപ്പെട്ട കൈതോണച്ചൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹോദര വൈദികർ, പ്രിയപ്പെട്ട അൽമായ നേതാക്കന്മാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ ഒരു കൂദാശയിൽ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങൾ പ്രാപിച്ച് നാം ധന്യരായിരിക്കുമ്പോൾ നാം എല്ലാവരുടെയും കൃതജ്ഞതയും അഭിനന്ദനവും നാം ഈ സഭാ കൂട്ടായ്മയോട്, ഈ ആരാധന കുടുംബത്തോട് പങ്കുവയ്ക്കുന്ന സന്ദർഭമാണ്. അതിന്റെ സൂചനയായിട്ടാണ് ഞാൻ എല്ലാ വാക്കുകളും ഹൃദയത്തിൽ ഒതുക്കി അഭിവന്യ പിതാവിന് എല്ലാവരുടെയും സ്നേഹത്തിന്റെ ഒരു ചുംബനം പരിശുദ്ധ മദ്ബഹായിൽ വെച്ച് നൽകിയത്. അതിലെല്ലാം പറയാനുള്ളതെല്ലാം ചേർത്ത് വച്ചിട്ടുണ്ട്. ദൈവം നടത്തും, അവിടുന്ന് കൈപിടിച്ച് നടത്തും, കൈവിടാതെ അവിടുന്ന് കൂടെ നടക്കും, കൂടെ നടക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കുകയില്ല. കർത്താവിന്റെ ശോഭ അവർ കാണും. നീതിമാൻ പന പോലെ തഴച്ച് വളരും, ലബനോനിലെ കാരകിൽ പോലെ അത് പുഷ്ടിപ്പെട്ട് നിൽക്കും. നമ്മുടെ ഈ ദൈവവചനം കണ്ണുകൊണ്ട് കാണുന്നതിന് നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ഭദ്രാസന കത്തീഡ്രൽ ദേവാലയം ഇതുപോലെ കാണുന്നതിന് നമ്മെ അനുവദിച്ച ദൈവത്തിന് നന്ദി പറയുക. ഇവിടുത്തെ വിശ്വാസ കുടുംബത്തിൽ ഏകവും വിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലേക്ക്
മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ജീവിത രീതിയിലൂടെയും ബന്ധത്തിലൂടെയും കടന്നു വന്ന നമ്മുടെ ഇടവകയുടെ പ്രാരംഭ മാതാപിതാക്കളെ ഞാൻ ഓർക്കും. സത്യവിശ്വാസത്തിന്റെ പാതയിൽ നടന്നപ്പോൾ അവർക്ക് നേരിട്ട വലിയ വിഷമകരമായ അനുഭവങ്ങളൊക്കെയും നാം പരിശുദ്ധ സഭയുടെ വളർച്ചയ്ക്ക് അനുഗ്രഹമായി മാറിയത് കാണുകയാണ്. ആ പുണ്യപിതാക്കന്മാരുടെ മക്കളാണ് ഇന്ന് കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഈ പരിശുദ്ധ മദ്ബഹായെ നോക്കി പ്രാർത്ഥിക്കുവാൻ ദൈവം അനുവദിച്ചത്. നമ്മുടെ കുടുംബങ്ങളിൽ സത്യവിശ്വാസത്തെ നിലനിർത്തിയ മൺമറഞ്ഞുപോയ എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞാൻ പ്രത്യേകമായി ഓർക്കുകയാണ്. ധാരാളം നാമങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, അനുസ്മരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിനൊന്നും ഇപ്പോൾ സമയമില്ല, അതിന് സാധുതയില്ല. നാം എല്ലാവരും അനുഗ്രഹീതരായിരിക്കുന്നു, നാം എല്ലാവരും സന്തോഷഭരിതരായിരിക്കുന്നു, നാം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സംശയമോലെ സൂചിപ്പിക്കുകയുണ്ടായി, ആ പ്രഭ തിരുമേനിയോട് പറഞ്ഞോ പറഞ്ഞില്ലയോ എന്ന്. ഇനിയിപ്പോൾ ആ കാര്യം തുറന്ന് പറയാമല്ലോ. ഞാൻ പരിശുദ്ധ പിതാവിനെ സഭയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പരിശുദ്ധ പിതാവിനെ കൊണ്ട് ആദ്യമായി ആശീർവദിച്ച് വാങ്ങിച്ചത് പത്തനംതിട്ടയിലെ ഈ കത്തീഡ്രൽ ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലയാണ്. അത് ഞാൻ ആരോടും ആലോചിച്ചില്ല, ആരെയും അറിയിച്ചില്ല എന്നുള്ളതും സത്യമാണ്. പരിശുദ്ധ പിതാവിനോട് ഞാൻ അന്ന് പറഞ്ഞത്, ഹോളി ഫാദർ, ദിസ് ഈസ് എ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ എ ചർച്ച്, but it will be a cathedral in the near future. So bless the church and the cathedral at the same time. We need your blessing. And the Lord has been good to us and He has completed it. This is what happened. ഞാൻ ഈ കല്ല് പരിശുദ്ധ പിതാവിന്റെ കയ്യിൽ നിന്ന് എന്നോട് ചോദിച്ചു, നമ്മുടെ അച്ഛന്മാർ തന്നെ ചോദിച്ചു, എന്താണ് ഈ കല്ലിന്? ഞാൻ അതിനൊരു ആവശ്യമുണ്ട്. അത് വാഴ്ത്തി കൊണ്ടുവന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് പത്തനംതിട്ടയിൽ പണിയാൻ പോകുന്ന പള്ളിയുടെ അടിസ്ഥാന കല്ലാണ്. അത് ഇടവകയുടെ അന്നത്തെ വികാരി ബഹുമാനപ്പെട്ട ബാവോലി മേപ്പുറത്തച്ഛനാണ്. നമ്മുടെ ട്രസ്റ്റിമാരൊക്കെ അന്നത്തെ ഇവിടെ ഇരിപ്പുണ്ട്, അവരാരോടും പറഞ്ഞില്ല. അടിസ്ഥാന ശില ഇടാനായി എന്നെ ഇവിടെ വിളിച്ചു. ഇവിടെ ഒരു കല്ലൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധ പിതാവ് കല്ല് ആശീർവദിച്ച് തന്നിട്ടുണ്ട് എന്ന്. നന്നുക്കാട് പള്ളിക്കാര് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്നവരല്ലെന്ന് എനിക്കന്നേ അറിയാം. ഞാൻ അതുകൊണ്ട് പരിശുദ്ധ പിതാവ് കല്ല് ആശീർവദിക്കുന്നതിന്റെ ഫോട്ടോ ലാമിനേറ്റ് ചെയ്ത് കൂട്ടത്തിൽ കൊണ്ടുവന്നിരുന്നു. അത് ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധ പിതാവ് ആശീർവദിച്ച് നൽകിയ കല്ലാണ്. അവിശ്വസിക്കേണ്ട കാര്യം ഒന്നും ഇല്ലാത്തത് കൊണ്ടും സന്തോഷം കൊണ്ട് അവര് ഉത്സാഹവതികളായതുകൊണ്ടും വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ പിതാവ് ആശീർവദിച്ചു നൽകിയ ശിലയാണ് ഞാൻ എന്റെ ബലഹീനമായ കരങ്ങളാൽ ഈ കത്തീഡ്രൽ ദേവാലയത്തിന്റെ അടിസ്ഥാനമായിട്ടത്. ദൈവകൃപയിൽ എനിക്ക് 100% ബോധ്യമുണ്ടായിരുന്നു, ഇത് കൂദാശ ചെയ്യുമ്പോൾ ഭദ്രാസനത്തിന്റെ കത്തീഡ്രൽ തന്നെയായിട്ടായിരിക്കും ഇത് കൂദാശ ചെയ്ത് ദൈവം നടത്തി തന്നു. എന്റെ ബലഹീനമായ കരങ്ങളാൽ അന്ന് അടിസ്ഥാനമിട്ടത് ഇന്ന് വീണ്ടും പരിശുദ്ധ റൂഹായെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോൻ കൂദാശ ചെയ്യുന്നതിന് ദൈവം വലിയ ഭാഗ്യവും കൃപയും നൽകി എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പരിമളം, പരിശുദ്ധ റൂഹായുടെ പരിമളം വീശുന്ന, പരിമളം പരത്തുന്ന ഈ കത്തീഡ്രൽ ദേവാലയം കൊണ്ട് ഈ ദേശം അനുഗ്രഹീതമാകണം. 4 ചുവരുകൾക്കുള്ളിലെ നമ്മുടെ വാസ്തുശില്പകല, അതിനപ്പുറത്ത് സ്നേഹത്തിന്റെയും കരുണയുടെയും പരിമളം ഈ ദൈവാലയത്തിലെ ആരാധനയിൽ നിന്ന് നമ്മുടെ മനസ്സുകളിലൂടെ ഈ ദേശത്തേക്ക് ഒഴുകി എത്തണം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് നമ്മുടെ കർത്താവിന്റെ വചനം അർത്ഥവത്താണെന്ന് ഈ ദേവാലയത്തിലെ ആരാധന കഴിഞ്ഞ് മറ്റുള്ളവരെ കണ്ടുമുട്ടുന്ന നമ്മുടെ മനസ്സുകളിൽ നിന്ന് അവർക്ക് ലഭിക്കണം. രൂപാന്തരീകരണത്തിന്റെ പുതിയൊരു തലത്തിലേക്ക് ഈ സഭയുടെ, ഈ ഭദ്രാസനത്തിന്റെ ഈ ആസ്ഥാന പള്ളി രൂപപ്പെടുകയും രൂപാന്തരപ്പെടുകയുമാണ്.
ഈ കെട്ടിടത്തിന് രൂപാന്തരം സംഭവിച്ചു. ഈ കെട്ടിടം മൂറോൻ കൂദാശയുടെ ദൈവാലയമായി രൂപാന്തരപ്പെട്ടു. ഇതിൽ പ്രാർത്ഥിക്കുന്ന നാം മിശിഹായുടെ പരിമളം പരത്തുന്നവരായി വീണ്ടും ഒരു പടി കൂടി രൂപാന്തരപ്പെടണം. അതിനുള്ള പരിശുദ്ധാത്മ നൽവരം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്തിന്റെ വാസ്തുശില്പകലയുള്ള മനോഹാരിതയുള്ള ഒരു ദൈവാലയം എന്നത് നമ്മെ സന്തോഷിപ്പിക്കുന്നു. ഈ ദൈവാലയത്തിൽ നിന്ന് നന്മയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും ജാതി മത രാഷ്ട്രീയ ചിന്തയ്ക്ക് അതീതമായ പാവങ്ങളോടുള്ള കരുണയുടെയും വലിയ അനുഭവങ്ങൾ ഈ പ്രദേശത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കണം. കർത്താവിന്റെ ദരിദ്രരെ കാത്തു സൂക്ഷിക്കുന്നവരെ കർത്താവ് ഒരു കാലത്തും തള്ളിക്കളയുകയില്ല. കർത്താവിന്റെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നവരെ കർത്താവ് കരങ്ങളിൽ ചേർത്ത് നിർത്തും. കൃപയ്ക്കുമേൽ കൃപ അവിടുന്ന് വർഷിക്കും. ജാതിയും മതവും രാഷ്ട്രീയവും ഭാഷയും ഒന്നും നോക്കാതെ നമ്മുടെ ഈ ദേവാലയത്തിൽ നിന്ന് അർഹിക്കുന്ന കർത്താവിന്റെ പാവപ്പെട്ടവർക്ക് നിങ്ങൾ ധാരാളമായ സ്നേഹം, സെന്റ് പീറ്റേഴ്സ് ഇടവക എന്നതിനേക്കാൾ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ എന്ന രൂപാന്തരീകരണത്തിൽ നിന്ന് നിങ്ങൾ നൽകണം. നിങ്ങളുടെ ഭവനങ്ങളുടെ മേൽ കൃപയ്ക്കുമേൽ കൃപ അവിടുന്ന് വർഷിച്ചേകൊള്ളും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമുക്ക് ഏറ്റവും ഹൃദയബന്ധമുള്ള രണ്ട് സഭയിലെ പിതാക്കന്മാരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുക. കഴിഞ്ഞ ആഴ്ചയിൽ ബെയ്റൂട്ടിൽ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖാ പ്രഥമൻ ബാവാതിരുമേനയുടെ അരമനയിൽ ഇവിടെ സന്നിഹിതനായ നമ്മുടെ അൽ റായി ബാവാതിരുമേനിയും ഒരുമിച്ച് ഞങ്ങൾ പോവുകയുണ്ടായി. പരിശുദ്ധ പിതാവിനെ അവിടെ വെച്ച് കാണുകയും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി എന്നെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ അരമനയിൽ ഞങ്ങൾക്ക് വലിയ ആതിഥ്യം നൽകുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം സുറിയാനി കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കൽ അരമനയിൽ ഈ പരിശുദ്ധ പിതാവ് വന്നു എന്ന് തന്നെ ആശ്ചര്യപ്പെടുത്തി. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയെ കാണുന്നതിന് വേണ്ടി അവിടെ എത്തിയതാണ്. പരിശുദ്ധ പാത്രികീസ് ബാവ തിരുമേനിക്ക് നടക്കാൻ അത്ര ആരോഗ്യമില്ല. വീൽ ചെയറിലാണ് അദ്ദേഹം സഞ്ചരിക്കുക. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഈ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ തിരുമേനിയെ കാണുന്നതിന് വേണ്ടി അവിടെ വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ സ്റ്റിൽ റിമെമ്പർ യുവർ വിസിറ്റ് ടു മീ. പരിശുദ്ധ കത്തോലിക്ക സഭയോട് ഏറ്റവും ഹൃദയ അടുപ്പമുള്ള പാത്രികീസ് ബാവ തിരുമനസിന്റെ സഭയിലെ അഭിനന്ദനായ മിലിത്തിയോസ് തിരുമേനിയുടെ സാന്നിധ്യം എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഈ പ്രദേശത്തെ കുടുംബാംഗം തന്നെയാണ്. ഇവിടുത്തെ പ്രസിദ്ധമായ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ്. നമ്മുടെ ഈ ദേശവാസിയാണ്. നമ്മുടെ സഭയോട് ബന്ധമുള്ള പിതാവാണ്. അഭിനന്ദനായ അത്തനാസിയോസ് തിരുമേനി എന്നോട് ഹിന്ദി ഭാഷയിൽ സംസാരിക്കുന്ന ഏക തിരുമേനിയാണ്. ആ തിരുമേനി അങ്ങനെ ചെയ്യുന്നത് എന്റെ ഹിന്ദി വളരെ മോശമാണെന്ന് അറിയാവുന്നത് കൊണ്ട് എന്നെ നാണം കെടുത്താൻ വേണ്ടി എല്ലാ ദിവസവും മിക്കപ്പോഴും രാവിലെ 5 മണിക്ക്, എനിക്ക് നല്ല ഉറക്കമില്ല, അതുകൊണ്ട് വെളുപ്പിനെ 5 മണിക്ക് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് ആപ് കൈസാ ഹേ, എനിക്ക് അതിന് മറുപടി പറയാൻ അറിയാം, ബാക്കി പറയാൻ എനിക്ക് അറിയത്തില്ല. തിരുമേനി ഹിന്ദി വിദ്വാനാണ്, അല്ലെങ്കിലും വിദ്വാനാണ്. അവയെന്ന് തിരുമേനിയും ഞാനും തമ്മിൽ, നമ്മുടെ സഭയും തമ്മിൽ വളരെ ആത്മബന്ധമുണ്ട്. എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, നമ്മുടെ സഭയുടെ ഏതൊരു പുതിയ കാര്യം നടത്തിയാലും അതിന്റെ പിറ്റേ ദിവസം വെളുപ്പിനെ എനിക്ക് ലഭിക്കുന്ന ഫോൺ കോൾ അഭിനന്ദനായ അത്തനാസിയോസ് തിരുമേനിയുടേതാണ്. തിരുമേനി പറയും, അത് വളരെ നന്നായി, അത് വളരെ നന്നായി. നമ്മുടെ സഭ കുറെ കൂടി ഇക്കാര്യത്തിൽ ശക്തമായിട്ട് പോകണം. നമ്മുടെ സഭയോട് വളരെ ആത്മബന്ധമുള്ള മാർത്തോമാ സുറിയാനി സഭയുടെ റാന്നി ഭദ്രാസനത്തിന്റെ, നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപ്പ തിരുമേനിയാണ് അഭിനന്ദനായ അത്തനാസിയോസ് തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുകയാണ്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര നല്ലതും എത്ര മനോഹരവുമാണ്. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതും ഒരുമിച്ച് ആരാധിക്കുന്നതും എത്രയോ മനോഹരമാണ് എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, പരസ്പരം പങ്കിടാം. ഈ കത്തീഡ്രൽ ദേവാലയം ഇവിടെ പണിയുന്നതിന് ധാരാളം ബഹുമാനപ്പെട്ട വൈദികരുടെ പൗരോഹിത്യ ശുശ്രൂഷ മുഖാന്തരമായിട്ടുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഓർക്കും. ബഹുമാനപ്പെട്ട എബ്രഹാം വാവോലിമേപ്പുറത്തച്ഛൻ മുതൽ ഇപ്പോൾ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോൺ തുണ്ടിയത്തച്ഛൻ വരെ ഉള്ള
ധാരാളം ആളുകൾ, അതിനിടയ്ക്ക് വികാരിയച്ഛന്മാർ കൂടുതൽ വന്നു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുക, ധാരാളം പേര് ഇതിന്റെ ശുശ്രൂഷയിൽ പങ്കുകാരായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തുണ്ടിയത്തച്ഛന്റെ പ്രത്യേകമായ ഒരു നേതൃത്വം ഈ ദൈവാലയ നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിൽ വളരെ നിർണായകമായിട്ടുണ്ട് എന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വസ്തുതയാകുന്നു. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും സ്വഭാവപരമായിട്ടുള്ള ആ ഒരു ചിന്തയും എല്ലാം വളരെ സഹായകരമായിട്ടുണ്ട്. ഈ ഭദ്രാസനത്തിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ പ്രത്യേകമായ താല്പര്യം, പ്രാർത്ഥന, അത് വളരെ അനുഗ്രഹമായി ഇതിന് ലഭിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാ അച്ഛന്മാരെയും, നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മദർ സുഹൃത ഇവിടെ സന്നിഹിതയാണ്. സിസ്റ്റേഴ്സിന്റെ സേവനം ഇക്കാര്യത്തിൽ ഒട്ടും കുറവല്ല എന്ന് എനിക്കറിയാം. നമ്മുടെ ഒരു സന്യാസിനി ഇവിടുത്തെ ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി ഒരു വഞ്ചി കൊണ്ടുപോയി 50,000-ൽ പരം രൂപ ആ വഞ്ചിയിൽ ശേഖരിച്ചു. സിസ്റ്റർ ഹിമിലീന, ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇത് കേട്ടിട്ട് സിസ്റ്റേഴ്സിനൊക്കെ ഇനിയും ആവേശം തോന്നുന്നെങ്കിൽ അടുത്ത പള്ളി പണിയുമ്പം 2 വഞ്ചി വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ചെറുതും വലുതും നമ്മൾ വിചാരിക്കാത്തവരുമായ അനേകം ആളുകളുടെ നന്മയുടെ ഒരു വലിയ സംയോഗമാണ് ഈ ദേവാലയത്തിന്റെ പണി പൂർത്തീകരണവും ഈ കൂദാശയുമെല്ലാം. പ്രിയപ്പെട്ട മദറിനെയും ഞാൻ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഈ ദേശത്തും നിലനിൽക്കുന്ന നമ്മുടെ സമുദായ ബന്ധം, നമ്മുടെ മതങ്ങൾ തമ്മിലുള്ള, സഭകൾ തമ്മിലുള്ള, നമ്മുടെ സമൂഹങ്ങൾ തമ്മിലുള്ള ബന്ധം പരിശുദ്ധ റൂഹായുടെ പരിമളമുള്ള ഈ കത്തീഡ്രൽ ദേവാലയം കൂടുതൽ ശക്തമാക്കണം. അത് നമ്മുടെ നിയോഗമാണ്, നമ്മുടെ നിയോഗത്തിന്റെ അനുഗ്രഹമാണ്. നാം മുൻകൈയെടുത്ത് ഈ പ്രദേശത്തുള്ളവരുടെ മതമൈത്രിയും സമുദായ മൈത്രിയും എല്ലാം കൂടുതൽ സ്ഥിരീകരിക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട്. അതിന് മിശിഹാ തമ്പുരാന്റെ കൃപ ധാരാളമായിട്ട് ലഭിക്കട്ടെ. ഈ ഇടവകയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഇടവക കുടുംബാംഗങ്ങളെ എല്ലാവരെയും, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ രോഗികളായി കുടുംബങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കൾ വരെയുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും ത്യാഗത്തിന്റെ ഒരു ഫലമാണ് ഈ ദൈവാലയം. അനേക മണിക്കൂറുകളിലെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ ദൈവാലയം. പണമുണ്ടെങ്കിൽ പള്ളിയാകണമെന്നില്ല. പണം കൂട്ടിവെച്ചിട്ട് വീട് പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്തവരുണ്ടല്ലോ. ഇത് മനോഹരമായ ദൈവാലയം, ആരാധനയ്ക്ക് സഹായിക്കുന്ന ദൈവാലയം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ആരാധനാലയമായി ഇത് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഇടവക കുടുംബാംഗങ്ങളെ, നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇടവക്കാരോട് ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ദൈവാലയം, നമ്മുടെ കത്തീഡ്രൽ ഇടവക എന്ന് പറയുന്നത് ഈ ഭദ്രാസനത്തിന്റെ എല്ലാവരുടെയും ദൈവാലയമാണ്. തിരുമേനിയാണ്, മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് യഥാർത്ഥത്തിൽ ഈ ഇടവകയുടെ വികാരി. ശമ്പളം വാങ്ങിക്കുന്നത് തുണ്ടിയത്തച്ഛനാണെങ്കിലും യഥാർത്ഥ വികാരി അഭിയന്യ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. ഈ ദൈവാലയം ഈ ഭദ്രാസനത്തിന്റെ അമ്മ ദൈവാലയമാണ്. അതിന്റെ അനുഗ്രഹമാണ് ഈ ഇടവകയിലെ കുടുംബങ്ങൾക്ക്. എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്ന പള്ളിയാണ് ഞങ്ങളുടേതെന്ന് പറയുന്നുള്ള അഭിമാനമാണ് ഈ കത്തീഡ്രൽ ഇടവകയിലെ കുടുംബങ്ങൾക്കുള്ളത്. എല്ലാവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം, എല്ലാവർക്കും സ്വന്തമായി പറയണം. എല്ലാവരും ചേർന്ന് ഒരു സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഏക പള്ളി ഇതാണ് എന്ന് നമ്മുടെ ഈ ഭദ്രാസനത്തിലെ ഈ കത്തീഡ്രലിലെ കുടുംബങ്ങൾ അഭിമാനത്തോടുകൂടി ഓർക്കണം. അങ്ങനെയാണ് നമ്മുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് കഴിയുക. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളോട് നമ്മുടെ സഭയ്ക്കുള്ള ആദരവ് അറിയിച്ചുകൊണ്ട്, സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ കൂദാശയുടെ കർമ്മത്തിൽ പരിശുദ്ധ റൂഹ എന്നെ പ്രാപ്തനാക്കിയ അവിടുത്തെ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്ക് നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തന്ന അഭിനന്ദനായ ബെസേലിയസ് ക്ലീമീസ് കാതോലിക്ക ബാവയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങളുടെ പ്രിയങ്കരനായ ജില്ലാ പോലീസ് സൂപ്രണ്ട് ബഹുമാന്യനായ KK ബാലചന്ദ്രൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ അഭിനന്യ പിതാവിന്റെ അടുക്കൽ വരികയും അതുപോലെ തന്നെ കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ഇവിടെ എന്തെല്ലാം സഹായങ്ങൾ വേണമോ അതെല്ലാം ചെയ്തു തരുവാൻ ഏറെ മനസ്സ് കാണിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ്.
2 പ്രാവശ്യം അവിടെ വന്ന് സ്റ്റാഫിനെ പറഞ്ഞു വിട്ടു, വികാരി വെച്ചിട്ട് ചോദിക്കണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് ചെയ്തു തരാമെന്ന്. അത്രയും വലിയ മനസ്സിന്റെ ഉടമയാണ് ബഹുമാന്യനായ KK ബാലചന്ദ്രൻ, ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് ചീഫ്. എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടുകൂടി ഞാൻ ആ ബാലചന്ദ്രൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിനന്ദനായ യൂഹാനോൻ മാർക്കസോസ്റ്റം പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ, സന്നിഹിതരായിരിക്കുന്ന അത്തനാസിയോസ് പിതാവേ, മെലിത്തിയോസ് പിതാവേ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന നമ്മുടെ MP ശ്രീ ആന്റണി, ശ്രീ രാജു എബ്രഹാം MLA, നമ്മുടെ ജില്ലാ പോലീസ് ചീഫ് ശ്രീ KK ബാലകൃഷ്ണൻ സാർ, മദർ സുഹൃത, മിസ്റ്റർ ജെറി ഈശോ, സന്നിഹിതരായിരിക്കുന്ന മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനൊരു അധ്യക്ഷ പ്രസംഗം പറയുവാൻ തുനിയുന്നില്ല. മറിച്ച് നിങ്ങളിൽ നിന്നും കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ അനന്തമായ പരിപാലനയിൽ ഈ ദേവാലയം ഇന്ന് മൂറോൻ കൂദാശ ചെയ്യപ്പെട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഇത് നൽകി നമ്മെ ആശീർവദിച്ച, അനുഗ്രഹിച്ച നമ്മുടെ കാതോലിക്ക ബാവ തിരുമനസ്സിനെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ രൂപതയുടെ നാമത്തിൽ, എന്റെ വ്യക്തിപരമായ നാമത്തിൽ ഞാൻ നേരുകയാണ്. ഇതിന് ഈ പ്രദേശത്തുള്ള ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും അതിന് വെളിയിലുമുള്ള ധാരാളം ദൈവമക്കൾ അറിഞ്ഞും അറിയാതെയും വെളിപ്പെടുത്തിയും വെളിപ്പെടുത്താതെയും തന്ന് സഹായിച്ചിട്ടുണ്ട്. ദേവാലയം, ദൈവത്തിന്റെ ആലയം, ദൈവം സന്നിഹിതനായിരിക്കുന്ന സ്ഥലം. ഇന്നു മുതൽ ഇത് കല്ലും മണ്ണും ഇരുമ്പും മറ്റുപകരണങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണെങ്കിലും അത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഭവനം ആയി തീർന്നിരിക്കുകയാണല്ലോ. ഈ പ്രദേശത്ത് ദൈവത്തിന്റെ പ്രത്യേകമായ പരിപാലനയിൽ മലങ്കര കത്തോലിക്ക തിരുസഭയുടെ ഒരു രൂപത രൂപപ്പെടുന്നതിന് മുഖ്യ കാരണക്കാരൻ നമ്മുടെ കാതോലിക്ക ബാവ തിരുമനസ് തന്നെ ആണ്. ഇവിടെ ആ ചരിത്രമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. നമുക്ക് ഈ രൂപതയുടെ ഹൃദയമായ, പത്തനംതിട്ടയുടെ ഹൃദയമായ ഈ ഭാഗത്ത് ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെ ക്ലീമീസ് പിതാവ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, നമ്മുടെ പൂർവികന്മാര്, പിതാക്കന്മാരുടെ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഭാഗ്യം. സത്യമാണ്. അന്ന് ദൈവദാസനായ മാറിവാനിയോസ് പിതാവ് സ്വപ്നം കണ്ട മലങ്കര കത്തോലിക്ക സഭയുടെ ഒരു പ്രധാനപ്പെട്ട ദേവാലയം ആയി ഇതിനെ കാണുകയും അതിനുവേണ്ട എല്ലാ ആരംഭവും കുറിച്ചുകൊണ്ട് പിന്നീട് വന്ന ഗ്രിഗോറിയോസ് തിരുമേനി,
അതിനുശേഷം വന്ന നമ്മുടെ സിറിൽ മാർ ബസേലിയോസ് തിരുമേനി നമ്മെ അനുഗ്രഹിച്ചു. ഇതാർക്ക് നൽകപ്പെട്ടുവോ അവരാണല്ലോ അത് പൂർത്തീകരിക്കുന്നത്. നമ്മുടെ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്കാ ബാവ തിരുമനസ് നിർലോഭമായ സഹകരണം ആരംഭത്തിൽ കല്ലിട്ടെന്ന് മാത്രമല്ല, ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇത് ഇത്രമാത്രം തീരുന്നതിന് ശക്തി തന്നത് പിതാവാണ്. ഓരോ അവസരത്തിലും ഇവിടെ വന്നുകൊണ്ട് നിർദ്ദേശങ്ങൾ തരുന്നതിനും ശക്തി പകർന്നു തരുന്നതിനും പിതാവ് സന്നദ്ധനായിരുന്നു. ആളും അർത്ഥവും കൊണ്ട് നമ്മെ പിതാവ് അനുഗ്രഹിച്ചു. വന്യപിതാവേ, പിതാവ് പത്തനംതിട്ടയോടെ കാണിക്കുന്ന മലങ്കര കത്തോലിക്കാ സഭയുടെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കുന്ന പത്തനംതിട്ടയോടെ കാണിക്കുന്ന സ്നേഹത്തിന് പത്തനംതിട്ട നിവാസികളുടെ എല്ലാവരുടെയും നാമത്തിൽ വന്യപിതാവിന് ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ വൈദികരെ ആരംഭത്തിൽ ഇത് പണി തുടങ്ങിയ അച്ഛനും ഇപ്പോൾ ഇത് പണിത് പൂർത്തിയാക്കിയ അച്ഛനും എബ്രാഹാം വാവൂലി മേപ്പുറത്ത് ജോൺ തുണ്ടിയിൽ അച്ഛൻ യഥാക്രമം അവര് ചെയ്ത ശുശ്രൂഷ, ഇടവക മക്കളോട് ചേർന്നുകൊണ്ടുള്ള ശുശ്രൂഷ ആദ്യമേ ഒരു ഇടവക ദേവാലയമായി ആരംഭിച്ചതാണ്. ക്ലീമീസ് പിതാവിന്റെ മനസ്സിൽ അതുണ്ടായിരുന്നു എങ്കിലും ജനത്തിന്റെ ഇടയിൽ ഇടവകയായിട്ട് തന്നെ രൂപം കൊണ്ട് വന്നുകൊണ്ടിരുന്നു. സമയം ആയപ്പോൾ കാലത്തിന്റെ തികവിൽ ഇത് ഭദ്രാസന ദേവാലയം ആകുകയും അതിൻ്റെതായ വ്യത്യാസങ്ങളും വ്യതിയാനങ്ങളും ഉണ്ടാകുകയും ചെയ്തു. സഭാമക്കൾ, ഈ ഇടവക മക്കൾ നിർലോഭമായി അതിനെ സഹകരിച്ചു. അവരെയൊക്കെയും ഞാൻ സ്നേഹത്തോടെ നന്ദിയോടെ കാണുകയാണ്. ഞാൻ ആത്മാർത്ഥമായി പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരറിയാതെ പോലും അവരുടെ കൈകളിൽ കിടക്കുന്ന സ്വർണ വളകൾ ഊരി തന്നുകൊണ്ട് സഹായിച്ച സംഭവങ്ങൾ ഉണ്ട്. അത്ര വലിയ ഒരു ത്യാഗം ഇതിന്റെ പുറകിൽ ഇടവകയുടെ മക്കൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇടവക മക്കൾ എല്ലാവരെയും, വികാരിയച്ചൻ ഉൾപ്പെടെ, നിങ്ങളെ നന്ദിയോടെ സ്നേഹത്തോടെ ഞാൻ കാണുകയാണ്. നമ്മുടെ എല്ലാ ഇടവകകളും 100 ഇടവകകളിൽ നിന്നുള്ള ദൈവമക്കളെ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും സാമ്പത്തികമായ രീതിയിലും ഒക്കെ അതിന് വേണ്ട പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ഇതൊന്നും പറയുവാനുള്ള അവസരമല്ലല്ലോ, എങ്കിലും അവരെയൊക്കെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ ഈ പ്രദേശത്തുള്ള മറ്റ് സഹോദരീ സഭകളുടെ മക്കൾ ആരും അറിയാതെ ഇന്നും ഈ രാവിലെയും എന്റെ കയ്യിൽ സാമ്പത്തിക സഹായം കൊണ്ടു തന്നിട്ട് പറഞ്ഞു, പിതാവേ, ഈ പള്ളിയുടെ കൂദാശയ്ക്ക് ഇന്ന് രാവിലെയാണ് ഞാൻ വന്നത്, നാളെ ഞാൻ തിരിച്ചു പോവുകയാണ്. എത്ര വലിയ ആത്മാർത്ഥത ഈ ദേശത്തെ സഹോദരീ സഭകളുടെ മക്കൾ കാണിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസത്തിൽ ഇവിടെ വന്നപ്പോൾ ഇതിന്റെ കൂദാശ മാറ്റിവെക്കണമെന്ന് എനിക്ക് തോന്നി. ഇന്നലെ രാത്രിയിൽ വന്നപ്പോഴും തോന്നി, ഇന്ന് രാവിലെ വന്നപ്പോഴും തോന്നി,
മാറ്റിവെച്ചെങ്കിലേ മതിയാവൂ എന്ന്. ഇത് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരുന്ന സമയം ദൈവം എത്ര വലിയവൻ എന്ന് ഈ വക കാര്യങ്ങൾ നമ്മെ ചൂണ്ടി കാണിക്കുകയാണ്. നാം അല്ലല്ലോ വീട് പണിയുന്നത്, ദൈവമാണ്. ഈ പരിപാലനയിൽ ഞാൻ ഓർക്കുകയാണ്, ഇന്ന് എത്രയോ ചില ദിവസങ്ങളായി മഴ മാറി. കഴിഞ്ഞ ആഴ്ച പോലെ ആയിരുന്നെങ്കിൽ ഇത് നടക്കുകയില്ലായിരുന്നു. എത്ര വലിയ ദൈവീക പരിപാലന! ഈ പ്രകൃതി പോലും നമുക്ക് അനുകൂലമായി ഈ സംവിധാനങ്ങൾ ചെയ്തു തരുന്ന നന്മ. അതുപോലെ തന്നെ നാളെ ഭാരതം മുഴുവനും ബന്ധാണ്. എന്നാൽ ദൈവപരിപാലനയിൽ ഈ കേരളത്തെ മാത്രം മാറ്റിവെക്കുന്നതിന് ദൈവം തിരുമനസ്സായി. എത്ര വലിയവൻ ദൈവം! അങ്ങനെ ഓരോന്നും എണ്ണി തീർത്താൽ മതിയാകാത്ത രീതിയിലുള്ള നന്ദി പറയുവാൻ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ അവസരത്തിൽ നന്ദിയുടെ പ്രകടനമായിട്ടല്ല, ഞാൻ അധ്യക്ഷ പ്രസംഗമാണല്ലോ നടത്തുന്നത്. ഈ ഡിസ്ട്രിക്റ്റിലുള്ള ഡിസ്ട്രിക്ട് കളക്ടർ ഉൾപ്പെടെ ഞങ്ങളെ വിളിച്ചുകൂട്ടി എല്ലാം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. തിരുമേനി, ശ്രീ കെ ബാലകൃഷ്ണൻ സാറ്, പോലീസ് ചീഫ് വരെ ഇവിടെയുണ്ട്. അദ്ദേഹം മുഴുവൻ കാര്യങ്ങളും ഇതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ട ലോ ആൻഡ് ഓർഡർ എല്ലാം ക്രമമായി ചിട്ടയായി ചെയ്തു തരുന്നതിന് സന്മനസ് കാണിച്ചു. ഡിസ്ട്രിക്ട് കളക്ടറുടെ ആ നിർദ്ദേശപ്രകാരം ഇതെല്ലാം ക്രമീകരിച്ച് തന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കമ്മിറ്റികൾ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷന്റെ കമ്മിറ്റികൾ, ഇതിന്റെ ആർക്കിടെക്ട് പീറ്റർ സാറ്, ഇവരൊക്കെ ത്യാഗത്തോടെ അദ്ദേഹത്തോടെ ചേർന്ന് 300-ൽ പരം ആളുകൾ ഒരു ദിവസം ഇവിടെ തുടർച്ചയായി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സാഹസം തന്നെ ഇത് ചെയ്ത് ഈ രീതിയിൽ ആക്കിയ എല്ലാവരെയും, ഇതിൽ സഹകരിച്ച ഈ പ്രദേശത്തുള്ള എല്ലാ ഈശ്വരവിശ്വാസികളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് മിലിറ്റിയോസ് പിതാവ് എനിക്കെപ്പോഴും പ്രിയപ്പെട്ടവനാണ്. എപ്പോഴും പിതാവിനോടായിരിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ അത്തനാസിയോസ് പിതാവ് ഈ കഴിഞ്ഞ ദിവസത്തിലും അരമനയിൽ വന്ന് എന്നെ ശക്തിപ്പെടുത്തുന്നതിന് സന്മനസ് കാണിച്ചു. അങ്ങനെ നമ്മുടെ MP ആന്റണി സാറ്, അല്ലെങ്കിൽ രാജു എബ്രഹാം, ഇവരൊക്കെയും എപ്പോഴും എന്നോട് സ്നേഹത്തിൽ ഇതിന്റെ ആവശ്യങ്ങളൊക്കെയും അന്വേഷിക്കുകയും അതിന് വേണ്ട പ്രോത്സാഹനം തന്നുകൊണ്ട് ഇരിക്കുന്നവരാണ്. പറയാതെ തന്നെ അറിയാമല്ലോ, ബദനി സഹോദരികൾ, മദർ സുഹൃദയുടെ നാമത്തിൽ ഈ പ്രോവിൻസിൽ പ്രവർത്തിക്കുന്ന സഹോദരികൾ എന്നും എനിക്ക് തുണയായിരിക്കുകയും ചെയ്യും. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വലിയ സംരംഭത്തിന് സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ ഈ അധ്യക്ഷ പ്രസംഗം സമാപിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുഖ്യ അതിഥി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ MP ശ്രീ ആന്റണിയെ സംസാരിക്കാനായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, അഭിമന്യ യുഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത തിരുമേനി, അഭിമന്യ ഗീവർഗീസ് മാർ അത്തനാസ്യോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിമന്യ യുഹാനോൻ മാർ മിലിത്തിയോസ് തിരുമേനി, പ്രിയങ്കരനായ MLA രാജു എബ്രഹാം, ആദരണീയനായ വികാരിയച്ചൻ
ഫാദർ ജോൺ തുണ്ടിയത്ത്, പ്രിയങ്കരനായ KK ബാലചന്ദ്രൻ, ആദരണീയായ സിസ്റ്റർ മദർ സുഹൃത, പ്രിയങ്കരനായ ജെറി ഷോമൻ, പ്രിയങ്കരനായ PK ജോസഫ് മേലേക്കൂറ്റ്, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, അഭിവന്ദരായ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പത്തനംതിട്ടയ്ക്ക് അഭിമാനമായി, അലങ്കാരികമായി, ആധ്യാത്മികമായ ചൈതന്യം പകർന്ന് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ദേവാലയം പരിശുദ്ധ ബാബാതിരുമേനി ഔപചാരികമായി കുദാശ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 74 സംവത്സരങ്ങൾ ഈ പത്തനംതിട്ട നഗരത്തിന് ആത്മീയമായ പ്രഭ ചൊരിഞ്ഞ് ഒരു പ്രകാശ ഗോപുരം പോലെ തലയെടുപ്പോടെ നിന്ന ഈ കത്തീഡ്രൽ ദേവാലയം ഇന്ന് മനോഹരമായി നവചൈതന്യത്തോടെ, ആത്മീയ ചൈതന്യത്തോടെ വിശ്വാസി സമൂഹത്തിൻ്റെ മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി അതിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുകയാണ്. 74 സംവത്സരങ്ങൾ എത്രയോ സുദീർഘമായ ഒരു കാലയളവ്. ഈ 74 സംവത്സരങ്ങൾക്കുള്ളിൽ 10,000-കണക്കായ വിശ്വാസികളെയാണ് ദൈവസന്നിധിയിലേക്ക് കൈപിടിച്ചടുപ്പിക്കാനും ഈ ദേവാലയത്തിലൂടെ ആത്മീയ ചൈതന്യം കൈക്കൊണ്ട് സമൂഹമധ്യത്തിലേക്ക് ഇറങ്ങിപ്പോയ 10,000-കണക്കായ ആളുകൾ. അവർ സമൂഹത്തിൽ ചൊരിഞ്ഞ നന്മയുടെ ആ പ്രശോഭ, സമൂഹത്തിൽ പകർന്നു നൽകിയ നന്മയുടെ സന്ദേശം, അതാണ് ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ദേവാലയങ്ങൾ എപ്പോഴും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതാണ്. നമുക്ക് ഈ മനോഹരമായ ഭൂമിയെ തന്ന് നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും പ്രയാസങ്ങളിലുമെല്ലാം നമ്മളോടൊപ്പം നടക്കുന്നയാളാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറയില്ലാത്ത ഒരു സ്നേഹം മാത്രമാണ്. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഏറ്റവും വലിയ കൽപ്പനയേത്? യേശു ശിഷ്യന്മാരോട് പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പ്രഥമ ശിഷ്യനായ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ എന്ന് പത്രോസ് മറുപടി പറയുന്നുണ്ട്. യേശു വീണ്ടും ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ. വീണ്ടും യേശു ചോദിച്ചു, നീ എല്ലാറ്റിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കുന്ന ചോദ്യം അതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാറ്റിലും അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് ജീവിതം വളരെ തിരക്കേറിയതാണ്. അത് ജീവിതത്തിന്റെ ഏതൊരു തറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും സമയം വളരെ വിലപ്പെട്ടതാണ്. അത് കർഷകനായാലും ഉദ്യോഗസ്ഥനാണെങ്കിലും അധികാരബന്ധത്തിലിരിക്കുന്നവരാണെങ്കിലും എല്ലാം തിരക്കേറിയ ഒരു യാത്രയിലാണ്. 24 മണിക്കൂറിലും സ്വന്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമയങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ, ഒരു ദിവസം പിന്നിടുമ്പോൾ നമ്മളോടറിയാതെ നമ്മുടെ ഹൃദയത്തിൽ ചോദിക്കുന്നുണ്ട്, എല്ലാറ്റിലും അധികമായി എനിക്ക് വേണ്ടി നീ എത്ര സമയം മാറ്റിവെച്ചു എന്നൊരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് ഒരു ദിവസം നമുക്ക് സ്വാധീനമായി തീരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ നിയമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദൈവം ദേവാലയങ്ങളിൽ വസിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. യെരുശലേം മക്കളോടൊപ്പം അവരുടെ മരുഭൂമിയുടെ യാത്രയിൽ അവരുടെ കൂടാരങ്ങളിൽ ദൈവം വസിച്ചു എന്ന് പഴയ നിയമത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ദൈവം കുരിശുമരണം പ്രാപിച്ച് നമ്മളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ച് സ്വർഗാരോഹണം നടത്തിയതിനു ശേഷം നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ദൈവം വസിക്കുകയാണ്. എന്റെ ശരീരം നിന്റെ ആലയമാകുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവം വസിക്കുന്ന ഇടം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിനെ വസിക്കാൻ യോഗ്യമായ ഒരിടമാക്കി തീർക്കുക എന്നുള്ളതാണ്
എല്ലാ ആരാധനയിലും നമ്മൾ മുഖ്യമായി ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത്. പഴയ നിയമത്തിൽ മറ്റൊന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യനിർമ്മിതമായ ഏറ്റവും മനോഹരമായ ഒരു ദേവാലയമായിരുന്നു യെരുശലേം ദേവാലയം. അതിനു മുമ്പും അതിനു മുമ്പും ഇത്രയും മനോഹരമായ ഒരു ദേവാലയം മനുസൃഷ്ടിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ആ ദേവാലയത്തിന്റെ ദാവീദ് രാജാവിനാണ് ആ ദേവാലയം പണിയാനുള്ള ദർശനം ദൈവം സ്വപ്നത്തിൽ കൊടുത്തത്. എനിക്ക് വേണ്ടി നീ ഒരാലയം പണിയണം. പക്ഷേ ദാവീദ് രാജാവിന് ആ ദേവാലയം പണിയാൻ അവസരമുണ്ടായില്ല. കാരണം അദ്ദേഹത്തിന്റെ കൈകളിൽ രക്തപ്പുറ പുലർന്നിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ അവസരം ദൈവം കൊടുത്തില്ല. അദ്ദേഹത്തിന്റെ മകനായ സോളമൻ രാജാവിനാണ് ആ ദേവാലയം നിർമ്മിക്കാനുള്ള അവസരം ലഭിച്ചത്. മനോഹരമായ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി അത് ദൈവത്തിന് സമർപ്പിച്ച് സ്വസ്ഥമായി സോളമൻ രാജാവ് ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷനായി. അദ്ദേഹത്തോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി മനോഹരമായ ഒരു ദേവാലയം പണിതു. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, എന്റെ കൽപ്പനകൾ നീ പ്രമാണിച്ച് നടന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷാവിധിക്ക് വിധേയനാക്കും. അപ്പോൾ അതാണ് നമ്മളോടും ദൈവം പറയുന്നത്. മനോഹരമായ ദേവാലയം, ആ ദേവാലയത്തിലെ ഓരോ അംഗങ്ങളും ആ ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഹൃദയത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പരിപാലിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഈ ദേവാലയം വിനിയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളിൽ സംപ്രീതനാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മനോഹരമായ ഈ ദേവാലയം പതിനായിരക്കണക്കായ വിശ്വാസി സമൂഹത്തിന്റെ ആത്മീയതയുടെ, വിശ്വാസത്തിന്റെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ, ശാക്തീകരണത്തിന്റെ ഒരു കേന്ദ്രമായി മാറട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് എനിക്ക് ഇവിടെയുള്ളത്. അഭിമന്യ കാതോലിക്ക ബാബ തിരുമേനിയുടെ അനുഗ്രഹീതമായ സാന്നിധ്യം, അവിടെ മതമേലധ്യക്ഷന്മാരുടെ സാന്നിധ്യം, അതെല്ലാം അനുഗ്രഹീതമാക്കിയ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള നന്ദി കൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. റാന്നി നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ ഗീവറീസ് മാർ അത്തനാസിയോസ് എപ്പിസ്കോപ്പായെ ആശംസാ പ്രസംഗിയായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അനന്ത സ്നേഹം തന്നെന്നെ സ്നേഹിക്കും അത്ഭുത സ്നേഹത്തിനുറവേ, അമേയ കാരുണ്യം എനിക്കായി കരുതിടും അത്ഭുത കാരുണ്യക്കടലേ, അത്ഭുത കാരുണ്യക്കടലേ, അത്ഭുത കാരുണ്യക്കടലേ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഭിവന്യ മാർ ക്ലീമീസ് ബാബ തിരുമേനി, ഈ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യനായ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത തിരുമേനി, മറ്റ് പിതാക്കന്മാരെ, ആദരണീയരായ ജനപ്രതിനിധികളെ, ആദരണീയായ സിസ്റ്റർ, മറ്റ് സിസ്റ്റേഴ്സ്, ശ്രേഷ്ഠ വൈദികർ, ദൈവജനമേ, രൂപതാധ്യക്ഷൻ പറഞ്ഞപ്പോൾ വളരെ വിഷമം വരുന്നത് ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത്, എങ്ങനെ പറഞ്ഞു ഒപ്പിക്കും. സോക്രട്ടീസ് മരിക്കാൻ കിടക്കുമ്പോൾ ശിഷ്യരടുത്തു വന്നു. ഒരു ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അടുത്ത അമ്പലത്തിൽ ഒരു കോഴിയെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു പ്രയാസമില്ല, ചെയ്യാമല്ലോ. അത് കഴിഞ്ഞിട്ട് ശിഷ്യർ കൂടി ആലോചിച്ചിട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ കാണും കൊടുക്കാൻ ഗുരുവിന്, അതുകൊണ്ട് ചോദിക്കാതിരിക്കുന്നത് മോശമാണ്. അവരെ ചെന്ന് ചോദിച്ചു, ഇനിയും കടം വല്ലതുമുണ്ട്? അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, വത്സല ശിഷ്യരെ, ഏത് ധനവാനാണ് ഈ ലോകത്തിൽ വന്ന ശേഷം എല്ലാ കടങ്ങളും തീർത്തിട്ട് യാത്രയാവാൻ സാധിക്കുക? നമ്മുടെ ജീവിതം എല്ലാവരോടും കടംപെട്ടിരിക്കുന്നു. ആ കടപ്പാട് ഒരു ദിനം മനോരമയിൽ ഞാൻ കണ്ടു.
അങ്ങനെയാണ് ഇതിൻ്റെ ആഘോഷം തന്നെ തുടങ്ങിയത്. ഈ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് പത്തനംതിട്ട അതിൻ്റെ ശുചീകരണത്തിലേർപ്പെട്ട ആളുകളെ വിളിച്ച് ആതിഥ്യമരുളിയ വലിയ ഇടയനാണ് രൂപതാധ്യക്ഷൻ. യേശു നമ്മെ വിട്ട് പോകുന്നതിന് മുമ്പുള്ള രാത്രിയിൽ കർത്താവ് പറഞ്ഞത് അതാണ്. ശിഷ്യരുടെ കാല് കഴുകിയിട്ട് പറയുന്നു, ഇഫ് യു വാണ്ട് ടു കമൻഡ് മീ ടു ദ പീപ്പിൾ ഓഫ് അതർ ഫെയ്ത്ത്, കമൻഡ് മീ ഇൻ ദ പവർ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് ദിസ് നൈറ്റ്. നിങ്ങൾക്ക് യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണമെങ്കിൽ ശുശ്രൂഷ എന്ന മാധ്യമത്തിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മദർ തെരേസയെ ആദരിക്കുന്നു. എന്തുകൊണ്ട്? അശരണരായ ആളുകളുടെ മധ്യത്തിൽ കൂടെ ആ ചേരിപ്രദേശത്ത് കാരുണ്യാമൃതം നൽകി നടന്നു നീങ്ങിയപ്പോൾ ആരാണ് ആദരവോടെ അമ്മയെന്ന് വിളിക്കാതിരിക്കുന്നത്? നിശ്ചയമായും ട്രിവാൻഡ്രത്ത് ബാവ തിരുമേനിയിരിക്കുന്നു. ഓരോരോ രൂപതകൾ, അതിൻ്റെ കോർഡിനേഷൻ ചെറിയ കാര്യമല്ല. തിരുമേനി ഒരു പ്രത്യേക കരിസ്മാറ്റിക് ലീഡറാണ്. എല്ലാവരിലും പ്രിയപ്പെടുന്നുവെന്ന് തോന്നത്തക്കവണ്ണം ചിരി കൊണ്ടും ഒരു നോട്ടം കൊണ്ടും ഒക്കെ അത് ബാവ തിരുമേനി സാധിക്കുന്നയാളാണ്. ഈ വേദിയിലിരിക്കുന്ന ആളുകൾ ഞാൻ സ്നേഹിക്കുന്നതിലുപരിയായി അവരെന്നെ സ്നേഹിക്കുന്നവരാണ്. അത് എൻ്റെ അനുഭവവും സാക്ഷ്യവുമാണ്. ഈ കത്തീഡ്രലിൻ്റെ പേര് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ എന്നാണ്. കർത്താവ് ഈ മുഖവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരു മുഖവൻ ചൂണ്ടയുമായി മീനെ പിടിക്കാൻ പോയാൽ, ഞങ്ങളുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ പരുത്തിക്കാടിൻ്റെ മറവിലിരുന്ന് ചൂണ്ടയിടും. അവൻ്റെ പ്രതിബിംബം ഒരിക്കലും വെള്ളത്തിൽ വീഴരുത്. വീണാൽ മീൻ ഓടിപ്പോകും. അവൻ മറഞ്ഞിരുന്ന ചൂണ്ടയിടും. ചൂണ്ടയിൽ മീൻ കൊത്തും, കിട്ടുകയും ചെയ്യും. കുരിശിന്റെ മറവിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ശക്തമായ ആഹ്വാനം തരുന്ന മുതുക്കവന്റെ പേരാണ് സെന്റ് പീറ്റർ. സുന്ദരമായ പേരാണ്. നമുക്ക് അത്തരത്തിൽ ചെയ്യാൻ സാധിക്കണം. ആദ്യമേ അൾത്താരയിൽ വാഴ്ത്തി വയ്ക്കുന്നത് കുരിശാണ്. അതൊരു സ്ട്രോങ് റിമൈൻഡറാണ്. നീ ഇതിൻ്റെ മറവിൽ നിൽക്കേണ്ടവൻ, സ്നേഹത്തിനെ വിളിച്ചാക്കുന്ന മണ്ഡലങ്ങളിൽ സാക്ഷ്യം വഹിക്കേണ്ടവൻ. ഒരു പിതാവ് രാവിലെ സൈക്കിളിൽ, ഇപ്പോൾ അങ്ങനെ ആരും കൊണ്ടുപോകുന്നില്ല, വലിയ സൗകര്യമുള്ളവനല്ല, സ്കൂളിൽ തൻ്റെ കുട്ടിയെ പുറകിലിരുത്തി പോകുകയാണ്. പോകയിൽ ഹൈവേയുടെ സൈഡിൽ വെച്ച് ഇയാൾ കുഴഞ്ഞു വീഴുന്നു. ആ കുട്ടി പരിഭ്രാന്തനായി വന്ന് പോകുന്നതായിട്ടുള്ള കാറിന് കൈ കാണിച്ച് നോക്കി, രക്ഷയില്ല. അപ്പോൾ അവൻ്റെ മനസ്സിൽ വന്ന് അടുത്ത കാറിന് കല്ലെറിയുക. ശബ്ദം കേട്ടേലും നിർത്തുമല്ലോ. അടുത്ത കാറ് നല്ലൊരു കാറാണ്, ഉടമസ്ഥൻ ഓടിക്കുന്നു. അവൻ കല്ല് വലിച്ചെറിഞ്ഞു, അതിൽ കൊണ്ടു ആള് നിർത്തി. കോപാക്രാന്തനായി അദ്ദേഹം വെളിയിലേക്ക്, കാറിൻ്റെ നിർത്തിയിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് അവൻ ഈ സൈഡിൽ നിന്ന് ക്രോസ് ചെയ്ത് ആ കൊച്ചൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ തിന്ന് തൻ്റെ കഥന പറഞ്ഞു. എന്നെ കൊണ്ട് പോയതാണ് എൻ്റെ അപ്പൻ, അദ്ദേഹത്തിന് സുഖമില്ലാതെ താഴെ പോയി. പലർക്ക് കൈ കാണിച്ചിട്ട് ആരും നിർത്തിയില്ല. ഇവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നത് കണ്ടപ്പോൾ വലിയ ഹൃദയാലുവൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയവും അലിഞ്ഞു. ആ കാറെല്ലാം അപ്പനെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൻ രക്ഷപ്പെട്ടപ്പോൾ ഒരു കുടുംബം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് സന്തോഷമായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ധനികനോട്, ഈ കാറിൻ്റെ ഉടമയോട് അയൽപ്പക്കക്കാരൻ ചോദിച്ചു, ചെറിയ ഒരു പൊട്ടല ചില്ലിനുണ്ടല്ലോ, എന്താ നന്നാക്കാത്തത്, മാറാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മറ്റുള്ളവർക്ക് എൻ്റെ മനസ്സിൽ ഇടം കൊടുക്കുന്നവനല്ല, എൻ്റെ കാര്യം നോക്കൂ, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പൊട്ടിയ ചില്ല് എനിക്കൊരു സ്ട്രോങ് റിമൈൻഡറാണ്. നിന്റെ ജീവിത തിരക്കിനിടയിൽ തന്നെ നിന്റെ മനസ്സിൽ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കുകയാണ്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട കുരിശി അൾത്താരയിൽ വെക്കുന്നത് അതിനാണ്. അതിലേക്ക് നോക്കുമ്പോൾ നമുക്കിടമുണ്ടാക്കുന്നതിന് തൻ്റെ ജീവനെ ഒഴിഞ്ഞു തരിക, ജീവനെ തരുന്നയാൾ. നമുക്കത് സാധിക്കണം.
യേശു കർത്താവ് തന്റെ അപ്പനായ പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഏറ്റവും വലിയ കോംപ്ലിമെന്റ്, എൻ്റെ പിതാവിൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഇടമുണ്ട്. അത് കഴിഞ്ഞ് അധികം മണിക്കൂറുകൾ ഇരുന്നില്ല, കുരിശിൽ മരിക്കുകയാണ്. വലിയവനായ ദൈവം, വലിയവനായ പുത്രൻ, അവൻ്റെ മനസ്സിൽ ഇടമുണ്ടെങ്കിൽ അവനെ ആരാധിക്കുന്ന, ഈ സെന്റ് പീറ്റേഴ്സ് കത്തിൽ ആരാധിക്കുന്ന നമുക്ക് നമ്മുടെ മനസ്സിൽ മറ്റുള്ളവർക്ക് ഇടമുണ്ടായേ മതിയാവും. ഇന്ന് രാവിലെ പേപ്പർ എടുത്തപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. ആശംസ എന്ന വാക്ക് സംസ്കൃത വാക്കാണ്. അതിൻ്റെ അർത്ഥം ശുഭം, ശുഭം നേരുന്നതിനാണ് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പേപ്പറിലെ ന്യൂസ് രൂപതാധ്യക്ഷന്റെ പിതാവ് മരിച്ചു എന്നുള്ളതാണ്. സംടൈംസ് അവർ ജോയ് ഈസ് ടച്ച്ഡ് വിത്ത് പെയിൻ. നമുക്കെപ്പോഴും വസന്തമായിരിക്കണം, പെർപെച്വൽ ബ്ലൂം ഓഫ് സമ്മർ. അങ്ങനെ സാധിക്കില്ല. നമ്മുടെ കാലടികൾ ഹോളി ലാൻഡിലേക്ക് പോകുന്നത് അവിടെയുള്ള പൂന്തോട്ടം കാണുന്നതിനല്ല. 2000 വർഷം മുമ്പ് സുവിശേഷകൻ പറഞ്ഞു, ഇൻ ദ പ്ലേസ് വേർ ജീസസ് വാസ് ക്രൂസിഫൈഡ് ദർ വാസ് എ ഗാർഡൻ. ആ ഗാർഡനിൽ ഒരു റഗഡ് റഫ് വുഡൻ ക്രോസ്, സ്റ്റാർക്ക് ഗ്രിം ക്രോസ്. അതുകൊണ്ട് ഈ ഹൃദയത്തിൽ നന്ദിയുണ്ട്. രൂപതാധ്യക്ഷന്റെ ഹൃദയത്തിൽ ഹൃദയം നിറയെ ദുഃഖവുമുണ്ട്. അത് നല്ലതാണ്. നമുക്ക് ദർശനമുണ്ടാകുന്നത് സൂര്യോദയത്തിലും ഉപജയത്തിലുമല്ല, കാര്യങ്ങൾ ഐശ്വര്യത്തിൽ പോകുമ്പോഴല്ല, സൂര്യോദയത്തിലുമല്ല. മനുഷ്യന് ദർശനമുണ്ടാകുന്നത് അസ്തമയത്തിലും അപജയത്തിലുമാണ്. രൂപതാധ്യക്ഷന്റെ പിതാവിൻ്റെ വേർപാട് ഉണർത്തിയ ദുഃഖസ്മരണയ്ക്ക് ഈ സന്ധ്യയിൽ ഒരു ദിവസമാകും. ഞാൻ ഈ കത്തീഡ്രലിന്, ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു, ശുഭം നേരുന്നതോടൊപ്പം കടന്നുപോയ പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത്, ആ പിതാവ് ഇത്ര സമൃദ്ധനായ ഒരു മകനെ തിരുസഭയ്ക്ക് തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ടും ഇനിയും ബഹുദൂരം ശുശ്രൂഷയുടെ പാതയിൽ ഈ കത്തീഡ്രലിൽ മുൻപോട്ട് പോകുന്നതിന് കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനേകം മൈലുകൾ, ശുശ്രൂഷയുടെ മൈലുകൾ തരണം ചെയ്യുന്നതിന്, മഹിതകർമ്മങ്ങളാൽ പുത്തനെടുപ്പുകൾ സഭാഗാത്രത്തോട് കൂട്ടിച്ചേർക്കുന്നതിന് ഈ സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യാക്കോബായ സഭ തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്ദ്യ യൂഹാനാൻ മാർ മിലിത്യോസ് തിരുമേനിയെ ആശംസ അർപ്പിക്കുവാനായി സാദരം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ യൂഹാനാൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഈ സഭയുടെ പരമാധ്യക്ഷൻ മോറാൻമാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവ, അഭിനന്ദ പിതാവായ ഗീവർഗീസ് മാർ അത്താനാസിയോസ് എപ്പിസ്കോപ്പ, ശ്രീ ആൻഡോ ആന്റണി MP, രാജു എബ്രഹാം MLA, ആദരണീയനായ ജില്ലാ പോലീസ് ചീഫ് ശ്രീ KK ബാലചന്ദ്രൻ, മദർ സുഹൃത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, ബഹുമാന്യരായ വൈദികരെ, കന്യാസ്ത്രീകളെ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹീതമായ ഒരു ദിവസത്തിന് നമുക്കെയും സാക്ഷ്യം വഹിക്കുകയാണ്. വിവിധ മതങ്ങളുടെ ആത്മീയതകൾ ഒരുമിച്ച് ഈ ജില്ലയിൽ സംഗമിക്കുമ്പോൾ അതിന് ഒരു തിലകക്കുറി കൂടി ചാർത്തിക്കൊണ്ട് ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത്
സെന്റ് പീറ്റേഴ്സ് ദേവാലയം ഉയർന്നു നിൽക്കുന്നത് ജാതിമത വർഗവർണ്ണ ഭേദമന്യേ ഏവർക്കും അഭിമാനകരമായ ഒരു സംഗതിയാണ്. ഈ ദേവാലയത്തിന്റെ നിർമ്മാണത്തില് ചുമതല വഹിച്ച രൂപതാധ്യക്ഷൻ അഭിമന്യ പിതാവായ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത തിരുമേനിയും ഇവിടെ പരാമർശിക്കപ്പെട്ട ബഹുമാനരായ വൈദികരും ഏറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. അഭിമന്യ പിതാവായ മോർ അത്താനാസ്യോസ് എപ്പിസ്കോപ്പ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഇന്ന് രാവിലത്തെ പത്രം വായിച്ചപ്പോൾ ഒരേ സമയം വളരെ ദുഃഖവും അതേസമയം വളരെ ആശങ്കയും, ഈ സഭയിൽപ്പെട്ട ഒരു അംഗമല്ലാതെ ഇരുന്നിട്ട് പോലും എനിക്ക് തോന്നിയതിന്റെ കാരണം, എങ്ങനെ ഈ രൂപതയുടെ അധ്യക്ഷൻ ചരിത്രപരമായ ഈ സംരംഭങ്ങൾക്ക് ഇന്ന് നേതൃത്വം കൊടുക്കും? ഇദ്ദേഹം അല്ലാതെ വേറെ ഒരാളായിരുന്നെങ്കിൽ ഇന്നിവിടെ ഇദ്ദേഹത്തിന് സന്നിഹിതനാകുവാനായിട്ട് കഴിയുകയില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. സ്വന്തം പിതാവ് നിത്യവിശ്രമത്തിലേക്ക് യാത്രയായിരിക്കുന്ന സമയത്ത് ഹൃദയത്തിന്റെ ഭാരം പേറിക്കൊണ്ട് സഭയെ സ്നേഹിക്കുന്ന പിതാവ് ഈ നിശ്ചയിക്കപ്പെട്ടതായ പരിപാടികൾക്ക് യാതൊരു കുറവും വരാതെ ഇരിക്കുവാനായിട്ട് സ്വന്തം ദുഃഖങ്ങളെയൊക്കെയും അതിന് അവധി കൊടുത്തുകൊണ്ട് ഇവിടെ ഇതിലൊക്കെയും ഈ മനോഹരമായ ദേവാലയത്തിന്റെ നിർമ്മാണത്തിന് നേതൃത്വം വഹിച്ച് ഇത് ചടങ്ങുകളൊക്കെ എത്രത്തോളം വിജയകരമാക്കി തീർത്ത ആ പിതാവിനെ ആവർത്തിച്ച് യാക്കോബായ സുറിയാനി സഭയുടെ ആശംസകള്, പ്രാർത്ഥനകള് തിരുമേനിക്ക് നേരിടും. അതേപോലെ തന്നെ ഈ ദേവാലയത്തിന്റെ ഞാൻ ഇവിടെ വെച്ച് ആണ് അറിയുന്നത്, ഈ ദേവാലയത്തിന്റെ അടിസ്ഥാന ശില വളരെ ബുദ്ധിപരമായ നിലയിൽ ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പ തിരുമേനിയെ കൊണ്ട് ആശീർവദിപ്പിച്ച് ഇതിനൊക്കെയും നടുനായകത്വം വഹിച്ച് ഈ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവ തിരുമേനിയെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദേവാലയം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ഈ സന്ദേശം ഒരു വിഭാഗത്തിനായിട്ട് മാറ്റിയിട്ടുള്ളതല്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്നേഹത്തിന്റെ സന്ദേശം നൽകുന്നതാകുന്നു ദേവാലയം. സ്നേഹത്തിന് സന്ദേശം നൽകുന്നതായ സഭയുടെ ഒരു പതിപ്പാണ് പരിശുദ്ധ പള്ളി അല്ലെങ്കിൽ ദേവാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ദൈവത്തിന് ആലയം നിർമ്മിക്കുന്നവർക്ക് ദൈവം തമ്പുരാൻ സ്വർഗത്തിൽ ആലയം നിർമ്മിക്കും, സ്വർഗത്തിൽ അവർക്ക് വാസസ്ഥലങ്ങളെ ഒരുക്കും എന്നുള്ളതാകുന്നു നമുക്കെയും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. എല്ലാ ജാതികളെയും സ്വീകരിക്കുന്നതും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതും സമന്മാരായി കാണുന്നതും പരസ്പരം സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതുമായ ദേവാലയം, അതിൽ ആരാധനയിൽ പങ്കെടുത്ത് മടങ്ങുന്നവരായ ആളുകള് അതേ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവെക്കുമ്പോഴാകുന്നു ദേവാലയം കൊണ്ട് ഉദ്ദേശിക്കുന്നതായ ദൗത്യം, ദൈവത്തിന്റെ ദൗത്യം പൂർണ്ണമാകുന്നത്. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ശലോമോൻ രാജാവ് ദേവാലയം പണിതു. അതിനെ അനുഗ്രഹിച്ചുകൊണ്ട് എന്റെ കണ്ണും കാതും ഇവിടെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഈ നാമത്തിൽ നീ അപേക്ഷിക്കുന്നതായ അപേക്ഷകളൊക്കെയും സാധിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ കൂദാശ വഴിയായി പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ അധിവാസ സ്ഥലമായിരിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ നിന്ന്
ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളെയും അതേപോലെ തന്നെ അവരുടെ യാതനകൾക്ക് മറുപടിയും ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ ദേവാലയവുമായി ഇത് പുതുക്കി പണിയുന്നതിന് മുൻപുള്ളതായ ആ പള്ളിയുമായി തന്നെ ഒരു വലിയ ബന്ധം യാക്കോബായ സുറിയാനി സഭയ്ക്ക് ഉണ്ട്. ഇവിടുത്തെ സെന്റ് മേരീസ് യാക്കോബായ സുറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കുദാശയുടെ സമയത്ത് ശ്രേഷ്ഠ കാതോലിക്ക ബാവായെയും മെത്രാപ്പോലിത്തമാരെയും ഒക്കെയും സ്വീകരിച്ച് കൊണ്ടുപോകുന്നതിനായിട്ട് ഒരു സ്ഥലം അന്വേഷിച്ചപ്പോൾ അതിന് ഞങ്ങൾ കണ്ടതായ സ്ഥലം സെന്റ് പീറ്റേഴ്സ് പള്ളിയാണ്. ഇവിടെ വന്ന് സംസാരിച്ചന്ന് രൂപത പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ വന്ന് സംസാരിച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവായിക്കും മെത്രാപ്പോലിത്തമാർക്കും ലഘുഭക്ഷണം വരെയും ഒരുക്കി ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ആ സ്വീകരണ റാലി ഇവിടെ നിന്ന് ആരംഭിക്കുവാൻ തക്കവണ്ണമായി ക്രമീകരണം ചെയ്തു തന്നു. സുറിയാനി സഭ ഒരിക്കലും അത് മറക്കുകയില്ല. ഇന്ന് ഈ പള്ളിയുടെ വളർച്ചയിൽ ഒരുപക്ഷെ ഏറ്റവും ആഹ്ലാദിക്കുന്നത് ഇവിടുത്തെ യാക്കോബായ സുറിയാനി സഭ ആകുന്നു. അതേപോലെ തന്നെ അന്ന് അഭിമന്യ യൂഹാനന്മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്ത തിരുമനസ്സുകൊണ്ട് ആ കൂദാശയുടെ സമ്മേളനത്തിൽ വന്ന് അനുഗ്രഹിച്ചതും ഈ അവസരത്തിൽ ഓർക്കുന്നു. യെരുശലേം ദേവാലയം പണിയാൻ തെരഞ്ഞെടുത്തതായ സ്ഥലത്തെ സംബന്ധിച്ച് എഴുതപ്പെടാത്തതായ ഒരു ഐതിഹ്യമുണ്ട്. 2 സഹോദരന്മാർ ആ സ്ഥലത്ത് ജീവിച്ചിരുന്നു. അതിലൊരു സഹോദരൻ വിവാഹിതനും 2-3 കുട്ടികളുടെ പിതാവുമായിരുന്നു. ഒരു സഹോദരൻ അവിവാഹിതനായിരുന്നു. 2 പേരും ധാന്യം കൃഷി ചെയ്ത് അതിൽ നിന്നുള്ളതായ ആദായം കൊണ്ട് ജീവിച്ചിരുന്നു. ഒരിക്കല് ഈ മൂത്ത സഹോദരൻ ചിന്തിച്ചു, എന്റെ ഈ ഇളയ സഹോദരൻ അവിവാഹിതനാണ്, അവന് ജീവിക്കുവാനായിട്ട് വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ കൂട്ടിവെക്കുന്നതായ ഈ ധാന്യത്തിൽ ഓരോ ചാക്ക് വീതം അവന് നൽകിയാൽ അത് നന്നായിരിക്കും, അവന് ഭക്ഷണം കഴിക്കുവാനായിട്ട് അത് പ്രയോജനപ്പെടും. ഇളയ സഹോദരൻ ചിന്തിച്ചു, എന്റെ മൂത്ത സഹോദരൻ കുടുംബമായിട്ട് ജീവിക്കുന്നു, എന്നെ പോലെയല്ല, 2-3-4-5 പേരുടെ ചെലവ് നടക്കണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഓരോ ചാക്ക് ധാന്യം നൽകുന്നതിന് തീരുമാനിച്ചാൽ നന്നായിരിക്കും. ഈ 2 സഹോദരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ധാന്യച്ചാക്കുകളിൽ ഓരോന്ന് വീതം ഓരോ ആഴ്ചയിലും പരസ്പരം കൈമാറി. അവർ പരസ്പരം അറിയാതെ ഒരു ദിവസം ഈ 2 പേരും കൂടെ ധാന്യവുമായിട്ട് പോകുമ്പോൾ പരസ്പരം കണ്ടുമുട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? അപ്പോൾ ഈ സഹോദരൻ അതിന്റെ ഉള്ള കാര്യം പറഞ്ഞ് ഞാൻ ഇന്നതുപോലെ ചെയ്യാനായിട്ട് വേണം. മറിച്ചുള്ള ചോദ്യം ഇങ്ങോട്ട് വന്നു. ആ 2 സഹോദരന്മാരും കൂടെ ആലിംഗനം ചെയ്ത് അവിടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതാണ് സ്നേഹത്തിന്റെ സംഗമസ്ഥാനം. ദേവാലയം പണിയുവാനായിട്ട്, ദൈവത്തിന് അധിവാസ സ്ഥാനം പണിയുവാനായിട്ട് ദൈവം സ്ഥലം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനേക്കാൾ ശ്രേഷ്ഠമായൊരു സ്ഥലം വേറെ കണ്ടില്ല. സ്നേഹം വഴിഞ്ഞൊടുക്കുന്നതായ കരുതലിൻ്റെതായ സന്ദേശം ആ സ്ഥലത്ത് പണിതതായ ദേവാലയം ആ സന്ദേശം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവരായ വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഇവിടെ ശുശ്രൂഷ നടത്തുന്നവരായ വൈദികരൊക്കെയും ദൈവാനുഗ്രഹമുള്ളവരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ നിർമ്മാണത്തിന് അല്പമായി അധികമായി ചുമതല വഹിച്ചവരും സംഭാവനകൾ നൽകിയവരുമായ ആളുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇരട്ടിയായിട്ട് ദൈവം പ്രതിഫലം കൊടുക്കട്ടെ. സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ നല്ലൊരു സാമൂഹ്യ വ്യവസ്ഥയുടെ സന്ദേശം ഈ ദേശത്തിനും
നൽകപ്പെട്ട് ഈ ദേശം മുഴുവനായി അനുഗ്രഹിക്കപ്പെടുന്നതിന് ഈ ദേവാലയം മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മലങ്കര കത്തോലിക്ക സഭയുടെ നല്ല സുഹൃത്ത് റാന്നിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ രാജു എബ്രഹാമിനെ ആശംസ അർപ്പിക്കുവാനായി ക്ഷണിച്ചോളൂ. ഏറ്റവും അഭിവന്ദനായ യൂഹന്നാൻ മോർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത, ഏറ്റവും അഭിവന്ദനും ആരാധനുമായ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അത്തനേഷ്യസ് തിരുമേനി, മിലത്യോസ് തിരുമേനി, ഏറ്റവും പ്രിയങ്കരനായ ആന്റണി MP, ഏറ്റവും പ്രിയപ്പെട്ട ജെറി ഈശോ ഉമ്മൻ, ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ സുഹൃത, മറ്റ് പ്രിയപ്പെട്ട PK ജോസഫ് അടക്കമുള്ള, അനിൽ തോമസ് അടക്കമുള്ള പ്രിയപ്പെട്ട ഭാരവാഹികളെ, പ്രിയപ്പെട്ട തുണ്ടിയത്തച്ച, വൈദിക ശ്രേഷ്ഠന്മാരെ, വിശ്വാസ സമൂഹമേ, സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ സമർപ്പണ ചടങ്ങിന് എല്ലാ ആശംസകളും നന്മകളും ഞാൻ നേരുകയാണ്. കേരളത്തിലെ ആധ്യാത്മിക നേതൃത്വം എന്ന് പറയാവുന്ന, പ്രത്യേകിച്ച് തലസ്ഥാനത്ത് ഏറ്റവും ശക്തമായി എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുന്ന നമ്മുടെ എല്ലാം ആരാധനായ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനിയുടെ സാന്നിധ്യമാണ് ഇന്നത്തെ ഈ ചടങ്ങിന് ഏറ്റവും കൂടുതൽ അനുഗ്രഹപ്രദമായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി, എന്റെ പിതാവ്, ഈ ലോകത്ത് നിന്ന് യാത്ര ആയിട്ടും ആ സങ്കടങ്ങളെല്ലാം മനസ്സിലൊളിപ്പിച്ച് ഈ ചടങ്ങിനെ ധന്യമാക്കാൻ തിരുമേനി കാണിച്ച ആ വലിയ ത്യാഗം നമുക്കൊരുപക്ഷെ എവിടെയും കാണാൻ കഴിയുന്നതല്ല. വന്ധ്യപിതാവിന്റെ ആ വേർപാടിൽ ഞാൻ പ്രത്യേകമായ അനുശോചനം കൂടി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തട്ടെ. വളരുന്ന പത്തനംതിട്ടയുടെ ഏറ്റവും സ്ഥിരാ കേന്ദ്രത്തിലാണ് ഈ ദേവാലയം, മനോഹരമായ ഈ ദേവാലയം ഉയർന്നു നിൽക്കുന്നത്. സഭയോടൊപ്പം തന്നെ ഇവിടുത്തെ വിശ്വാസ സമൂഹം, പണി തുടങ്ങിവെച്ച അച്ഛന്മാർ, പണി പൂർത്തിയാക്കിയ പ്രിയപ്പെട്ട തുണ്ടിയത്ത് അച്ഛൻ, അടൂരിലൊക്കെ ഏറ്റവും നല്ല പ്രവർത്തനം നടത്തിയ വൈദികനാണ്. ശ്രീ PK ജോസഫ് അടക്കമുള്ള ട്രസ്റ്റി, സഭയുടെ മക്കൾ, അവരൊക്കെ ഏറ്റവും ശുഷ്കാന്തിയോടുകൂടി നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിന്റെ ഒരു റിസൾട്ട് എന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാം. പ്രിയപ്പെട്ട അനിൽ തോമസ്, അദ്ദേഹവും അവരെല്ലാം ചേർന്ന് നടത്തിയ ഈ പ്രവർത്തനങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വൈകിപ്പോയതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് സുവിശേഷം. തെറ്റിൽ നിന്നും ശരിയിലേക്ക്, തിന്മയിൽ നിന്നും നന്മയിലേക്ക് മനുഷ്യനെ കൈപിടിച്ച് നടത്തുന്ന ആ വലിയ സുവിശേഷമാണ് കഴിഞ്ഞ 75 വർഷക്കാലത്തിലധികം ഈ ദേവാലയം ഈ നാടിന് നൽകിയത്. പുതുക്കിപ്പണിത ഈ ദേവാലയം തീർച്ചയായിട്ടും പൂർവികർ നൽകിയ ആ വിശ്വാസവും സത്യസന്ധതയും എല്ലാം ഏറ്റെടുത്ത് ഈ നാടിന് മാതൃകയായി മതസൗഹാർദ്ദം നിലനിർത്തുന്ന ആധ്യാത്മികതയുടെ കൊടുമുടിയിലേക്ക് ഈ നാടിനെ നയിക്കാൻ
ഈ ദേവാലയത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ഈ നല്ല ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കാൻ സന്മനസ് കാണിച്ച അഭിവന്ദ്യ പിതാവിനോടും വൈദിക ശ്രേഷ്ഠരോടും കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. പത്തനംതിട്ട ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീ കെ ബാലചന്ദ്രൻ അവരുകൾ ഇപ്പോൾ നമുക്ക് ആശംസ അർപ്പിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ മേലധ്യക്ഷന്മാരെ, സ്നേഹസമ്പന്നനായ പത്തനംതിട്ട MAC ആന്റോണി സർ, റാന്നി MLA പ്രിയപ്പെട്ട ശ്രീ രാജു എബ്രഹാം, മറ്റു വേദിയിലിരിക്കുന്ന അധ്യക്ഷന്മാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന വിശ്വാസികളെ, മനോഹരമായ ഈ സായം സന്ധ്യയിൽ അതിലും അതിമനോഹരമായ ഈ പള്ളിയങ്കണത്തിൽ വന്ന നിങ്ങൾക്കൊരു ആശംസ അർപ്പിക്കാൻ എനിക്കൊരവസരം തന്നതിൽ ഞാൻ കൃതാർത്ഥനാണ്. പത്തനംതിട്ട ജില്ലയിൽ എൻ്റെ അധികാരപരിധിയിൽ ഒരു പള്ളി കൂടി വരുന്നു. ആ പള്ളിയെ എൻ്റെ അധികാരപരിധിയിലേക്ക് ഞാൻ ഏറ്റെടുക്കുകയാണ് എന്ന് നിങ്ങളോട് പറയുകയാണ്. പള്ളിക്കും പള്ളിയിലെ വിശ്വാസികൾക്കും എന്താവശ്യം എപ്പോഴും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ എന്നെ സമീപിക്കുകയോ ചെയ്യാം എന്നീ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കുന്നതിനായിട്ട് മദർ സുഹൃദയെ ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്യ മോറൻമോർ ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമനസേ, അഭിവന്യ യുഹാനോർ ക്രിസോസ്തോം പിതാവേ, അഭിവന്യ മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത, അഭിവന്യ ഗീവർഗീസ് മാറസ് അത്തനാസിയോസ് പിതാവേ, അഭിവന്യ യുഹാനാൻമാർ മിലിത്തിയോസ് പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പത്തനംതിട്ട പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ വലിയ അനുഗ്രഹത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനങ്ങളായിരുന്നു. കാരണം ഈ നാടിൻ്റെ അനുഗ്രഹ സ്രോതസ്സായി ഈ കത്തീഡ്രൽ ദേവാലയം കൂദാശ ചെയ്ത് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുകയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ മാത്രമല്ല, പത്തനംതിട്ട രൂപതയുടെ മാത്രമല്ല, ഈ നാടിൻ്റെ അനുഗ്രഹമായി ദൈവം നമുക്ക് സമ്മാനിച്ച ദൈവത്തിൻ്റെ വലിയ സമ്മാനമാണ്, വലിയ ദൈവകൃപയാണ് ഈ ദേവാലയം. 84-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, സൈന്യങ്ങളുടെ കർത്താവേ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരം. അന്യദേശത്ത് 1000 ദിവസം ആയിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം ആയിരിക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. ദുഷ്ടതയുടെ കൂടാരത്തിൽ വാഴുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ അങ്കണത്തിൽ കാവൽക്കാരനായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദേവാലയം ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്ന ഇടമാണ്. ദൈവജനത്തിന് ദൈവത്തിൻ്റെ അനുഭവം ലഭ്യമാക്കുന്ന ഇടം. ദൈവമനുഷ്യ സംസർഗത്തിൻ്റെ സ്ഥലമാണ്, സംഗമമാണ് ദേവാലയം. ജനം
ദൈവ തിരുസന്നിധിയിൽ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥനകളും ബലികളും അർപ്പിക്കുകയും ദൈവം തന്റെ ഹിതം തന്റെ ജനത്തെ അറിയിക്കുകയും അവരുടെ മേൽ ധാരാളമായ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുകയും ചെയ്യുന്ന വിശുദ്ധ സ്ഥലമാണ് ദേവാലയം. പത്തനംതിട്ടയുടെ ഈ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ദൈവിക ജ്ഞാനവും ആത്മനിർവൃതിയും വെളിച്ചവും പകരുന്ന പ്രകാശഗോപുരമായി എന്നും വിരാജിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയുമാണ്. ഈ ദേവാലയത്തിന്റെ അടിസ്ഥാനശില സ്ഥാപിക്കുകയും തുടർന്ന് ഈ ദേവാലയം ഈ സ്ഥിതിയിൽ എത്തുവോളം പ്രിയപ്പെട്ട കാതോലിക്ക ബാബ തിരുമനസ് ഇടയ്ക്കിടെ വരികയും വേണ്ടതായ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്ത് അനുഗ്രഹിച്ച് ഈ ദേവാലയത്തെ ദൈവം വസിക്കുന്ന ആലയമാക്കി ഇന്ന് പ്രതിഷ്ഠ ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ്. പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ. അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ പ്രഥമ സാരഥിയായിരിക്കുന്ന പത്തനംതിട്ട രൂപതയുടെ പ്രഥമ സാരഥിയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുഹാനോൻ മാർ ക്രിസോസ്തോം പിതാവ് വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും എന്നും എപ്പോഴും തന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും ഈ ദേവാലയത്തെക്കുറിച്ചുള്ള ഈ ദേവാലയത്തിന്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള ചിന്ത കൈവടിയാതെ ഇതിന് നേതൃത്വം കൊടുക്കുകയും ഇന്ന് ഈ രൂപത്തിൽ ഇതിനെ എത്തിച്ചേർക്കുകയും ചെയ്ത പിതാവിന് വളരെ സന്തോഷത്തോടും വിനയപൂർവവും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോൺ തുണ്ടിയത്തച്ഛൻ പ്രത്യേകിച്ചും ഈ അടുത്ത നാളുകളിൽ രാപകൽ അക്ഷീണം ഊണും ഉറക്കവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ദേവാലയത്തിന്റെ പണി എത്രയും വേഗം പൂർത്തിയാക്കുന്നതിനും ഇന്നിതിന്റെ പ്രതിഷ്ഠാകർമ്മം നടത്തുന്നതിനുമുള്ള പരിശ്രമത്തിൽ ആയിരുന്നു ഈ ദിവസങ്ങളൊക്കെയും. ഈ ദിവസം ഇതിന്റെ പണിയെല്ലാം പൂർത്തിയാക്കി മനോഹരമാക്കി ദൈവത്തിന് പ്രതിഷ്ഠിക്കുവാൻ തക്കവണ്ണം ഒരുക്കിയ ബഹുമാനപ്പെട്ട ജോണച്ചനും അഭിനന്ദനങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രൂപതയിലെ മോൺസിനിയർമാർ, വന്യ മോൺസിനിയർമാർ, ബഹുമാനപ്പെട്ട വൈദികർ എല്ലാം ഏക മനസ്സോടും ഹൃദയത്തോടും കൂടി ഇതിന്റെ പൂർത്തീകരണത്തിനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ദേവാലയത്തിലെ ഭരണസമിതി അതുപോലെ എല്ലാ അംഗങ്ങളും മറ്റ് ഈ രൂപതയിലെ എല്ലാ കുടുംബങ്ങളും ഇത് ഈ രൂപതയ്ക്ക് പുറത്തും അകത്തും ധാരാളം പേർ വളരെയധികം പ്രാർത്ഥിക്കുകയും വളരെ സഹായ സഹകരണങ്ങളൊക്കെയും ചെയ്തു. ഇതിന്റെ പരിപൂർത്തിക്കായി പ്രാർത്ഥിക്കുകയോ ആഗ്രഹിക്കുകയോ വിധവയുടെ കൊച്ചുകാശ് പോലെ എന്തെങ്കിലും സഹായങ്ങളും പ്രയത്നങ്ങളും ഒക്കെയും ചെയ്തിട്ടുള്ളവർക്കൊക്കെയും ദൈവം തമ്പുരാൻ 100 ഇരട്ടിയായി അനുഗ്രഹങ്ങൾ വർഷിക്കും. കാരണം എന്നും ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ ഈ ദേവാലയത്തിന്റെ നിർമ്മിതിയിൽ ഏതെങ്കിലും തരത്തിൽ സഹകരിച്ച എല്ലാവരെയും എല്ലാ ദിവ്യബലിയിലും ഓർക്കും. പുനരൈക്യ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ 82ാം വാർഷികം ആഘോഷിക്കുന്ന മലങ്കര കത്തോലിക്ക സഭാ ചരിത്രത്തിന്റെ അനർഘ നിമിഷങ്ങളിൽ കൂടി കടന്നുപോകുന്ന ഈ പുണ്യദിനത്തിൽ തന്നെ ഈ കത്തീഡ്രൽ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളിൽ നമുക്കെഴുതി ചേർക്കാം. പുനരൈക്യശില്പിയായ ദൈവദാസൻ മാറിവാനിയോസ് പിതാവിന്റെയും മൺമറഞ്ഞ എല്ലാ പുണ്യപിതാക്കന്മാരുടെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ദേവാലയം ഈ പുണ്യഭൂമിക്ക് അനുഗ്രഹത്തിന്റെ നീർച്ചാലായി തീരട്ടെ, പ്രകാശം വരുത്തുന്ന പ്രകാശ സ്തംഭമായി തീരട്ടെ
എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ദൈവത്തിന് സ്തുതി. ചടങ്ങുകൾ തീരുകയാണ്. ഇപ്പോൾ ഉപഹാര സമർപ്പണമാണ്. ഞങ്ങൾക്കൊരുപാട് പേര് കടപ്പെട്ടവരുണ്ട് ഈ ദേവാലയ നിർമ്മിതിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ എല്ലാവരെയും ഈ അവസരത്തിൽ ആദരിക്കുവാനായിട്ടുള്ള സാവകാശമില്ലാത്തത് കൊണ്ട് 2-3 പേരെ മാത്രമേ ഈ അവസരത്തിൽ ആദരിക്കുന്നുള്ളൂ. ഒന്നാമതായിട്ട് ഇവിടെ ഒരു പുതിയതായൊരു ദേവാലയം ഉണ്ടാകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട എബ്രഹാം വാവോലി മേപ്പുറത്ത് അച്ഛനായിരുന്നു. അച്ഛന് തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വപ്നമനുസരിച്ച് ഒരു ഇടവക ദേവാലയം കത്തീഡ്രൽ ദേവാലയമായി മാറുകയും അത് ഇന്ന് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുവാൻ കഴിഞ്ഞു എന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ നാളെ മറ്റൊരു ദേവാലയത്തിന്റെ പൂർത്തീകരണത്തിലാണ്. അച്ഛൻ ഇവിടെ സ്ഥലത്തുണ്ട് ഇല്ല എന്ന് അറിയുന്നു. എങ്കിലും വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി അച്ഛനെ ഞങ്ങൾ ഈ അവസരം ആദരപൂർവ്വം കാണുകയാണ്, ആദരവ് അറിയിക്കുകയും കൂടിയാണ്. രണ്ടാമതായിട്ട് ഇതിന്റെ ശില്പിയായി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട KJ പീറ്റർ സാറാണ്. നമുക്കറിയാം, ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെട്ടുവെങ്കിൽ അതിന്റെ വിദഗ്ധമായ ഒരു കരം ഉണ്ട് എന്നെല്ലാവർക്കും അറിയാം. അത് മറ്റാരുടെയും കരമല്ല, പീറ്റർ സാറിന്റെ കരമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലമായി മലങ്കര സഭയിലെ മിക്കവാറും പ്രധാനപ്പെട്ട ദേവാലയങ്ങൾക്ക് രൂപം നൽകുന്നത് പീറ്റർ സാറാണ്. ഇവിടെ ഈ ദേവാലയത്തിന് രൂപം നൽകിയത് അതിന്റെ ഓരോ മൂലയിലും മുക്കിലും അതിന്റെ പണിയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വരുന്നത്. എവിടെയെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധമുള്ളത് ഞങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചുകൊണ്ട് എന്തായാലും നമുക്കറിയാം ഇത്രയും മനോഹരമായ ഒരു യുണീക്കായിട്ടുള്ള ഒരു ദൈവാലയത്തിന്റെ ശില്പി മറ്റാരുമല്ല, പീറ്റർ സാറാണ്. വളരെ ആദരവോടുകൂടി അഭിവന്യ കാതോലിക്ക ബാബ തിരുമനസിൽ നിന്നും ഒരു ചെറിയ ഉപഹാരം സ്വീകരിക്കുവാനായിട്ട് കടന്നു വരണമെന്ന് ഏറ്റവും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു പീറ്റർ സാർ, താങ്ക് യു പിതാവേ. ഇതിന്റെ പ്രവർത്തനത്തിൽ മുന്നോട്ട് നിന്ന വ്യക്തി പ്രിയപ്പെട്ട നടരാജനായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. സ്നേഹപൂർവ്വം വേദിയിലേക്ക് വരണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ ശില്പിയായിട്ട് പ്രവർത്തിച്ചത് ശ്രീമാൻ നടരാജനാണ്. വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരുപാട് പേരുണ്ട്. ബാക്കിയുള്ളവരെ ഞങ്ങൾ ഞായറാഴ്ച ആദരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ദയവായി അതിനുള്ള സാവകാശം തരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നന്ദി പറയുന്നതിന് മുമ്പായിട്ട് ഇടവകയുടെ ഒരു ചെറിയ സമ്മാനം അഭിനയ കാതോലിക്ക ബാബായിക്ക് ക്രിസോസ്റ്റം പിതാവ് നൽകുന്നതാണ്. അഭിനന്ദ ക്രിസോസ്റ്റം പിതാവിന് ഇടവകയുടെ ട്രസ്റ്റി ഒരു ചെറിയ ഉപകാരം നൽകുന്നു. ബഹുമാനപ്പെട്ട ചാക്കോച്ചായൻ വന്ന് ബഹുമാനപ്പെട്ട മദറിന് ഒരു ഉപകാരം നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വത്സൻ നമ്മുടെ ജെറി ഈശോയ്ക്ക് ഒരു ചെറിയ സമ്മാനം നൽകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവസാനം കർമ്മമാണ്. എല്ലാവർക്കും നന്ദി പറയുന്നത് ചടങ്ങ് മാത്രമേ ഉള്ളൂ. വളരെ ചുരുക്കി നന്ദി പറയുന്നതാണ്. ഇതിനുശേഷം ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി ബഹുമാനപ്പെട്ട PK ജോസഫ് ഇപ്പോൾ ഏവർക്കും നന്ദി പറയുന്നു. അത്യഭിവന്യ മോറന്മാർ ബസേലിയസ് ക്ലീമിസ് പിതാവേ, അഭിവന്യ യുവനന്മാർ ക്രിസോസ്റ്റം പിതാവേ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, വേദിയിലിരിക്കുന്ന ജനനായകന്മാരെ, ബഹുമാനപ്പെട്ട വൈദിക പിതാക്കന്മാരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ 1-2 വാക്കുകൾ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. ഇന്ന് ഏറ്റവും അധികം സന്തോഷത്തോടുകൂടി കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണം ഇന്നാണല്ലോ ആയത്.
പത്തനംതിട്ട ആയത് ഇന്നാണ്. തീർച്ചയായും പത്തനംതിട്ടയുടെ ഹൃദയ കവാടത്തിലേക്ക് കയറുമ്പോൾ പത്തനംതിട്ട ലാൻഡ്മാർക്കായിട്ട് തന്നെ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ ഉയർന്നു നിൽക്കുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ നാനാജാതി മതസ്ഥർക്കായിട്ട് അത്യഭിമന്യ മോറോൻമോർ ബസിലിയസ് ക്ലീമിസ് കാതോലിക്ക പിതാവ് ഈ കത്തീഡ്രലിനെ ഇന്ന് മുഴുവൻ കൂദാശ ചെയ്ത് ഈ നാടിനു വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഒട്ടനവധി ആളുകളുടെ, ഈ പ്രദേശത്തുള്ള എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകളുടെയും പ്രാതിനിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെയും വളരെയധികം നന്ദിയോടും അതുപോലെ തന്നെ നല്ല പ്രശംസകൾ ഇവിടെ അർപ്പിച്ചിട്ടാണ് അവരെല്ലാവരും പോയത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിമന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത പിതാവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മെത്രാപ്പൊലീത്ത ആയപ്പോൾ മുതൽ പിന്നക്കക്കാരായ ഒരു ജനത നിവസിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെ ചുരുങ്ങിയ കാലം കൊണ്ട് ആശ്ചര്യ പുരോഗതി നേടിക്കൊടുത്ത് അഭിമന്യ പിതാവ് പത്തനംതിട്ടയിലേക്ക് വന്നു. ഞങ്ങൾക്കൊക്കെ പിതാവിനെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒരു പടി ഉയരത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് സത്യത്തിൽ ഈ കാണുന്ന മനോഹരമായ ഈ കത്തീഡ്രൽ ദേവാലയം, ഇതിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ മിക്ക ദിവസങ്ങളിലും ഇവിടെ വന്ന് ഇത് വീക്ഷിക്കുകയും, പിതാവ് തന്നെ ഇപ്പൊ സൂചിപ്പിച്ചു, ഇന്ന് രാവിലെ പോലും ഇത് കുദാശ മാറ്റിവെക്കണോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നുവെന്ന്. സത്യത്തില് പിതാവിന്റെ മാർഗദർശനം ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഔപചാരികതയുടെ പേരിൽ മാത്രം അഭിമന്യ പിതാവിനെ ഈ സമ്മേളനത്തിൽ വന്ന് അധ്യക്ഷം വഹിച്ച് ഇത്ര നേരം നമ്മോടൊപ്പം, അഭിമന്യ പിതാവിന്റെ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാം, എന്നിട്ട് തന്നെ ഇത്ര സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കും. അത്യഭിമന്യ മോറൻമാർ ബസിലിയസ് ക്ലീമിസ് കാതോലിക്ക പിതാവ് ഇന്നൊരു ഉള്ളു തുറന്ന് ഞങ്ങളോട് ഇന്ന് സംസാരിച്ചു. സത്യത്തിൽ ഈ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ തറക്കല്ലാണ് അഭിമന്യ പിതാവ് 4 വർഷങ്ങൾക്ക് മുൻപ് ഇട്ടത്. അന്ന് അഭിമന്യ പിതാവ് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ ഒരു രഹസ്യമാണ് ഇന്ന് വെളിപ്പെടുത്തിയത്. അന്നേ പിതാവ് ആഗ്രഹിച്ചിരുന്നു ഇത് കത്തീഡ്രലായിട്ട് ഉയരും എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ചില സൂചനകൾ കിട്ടുമായിരുന്നു. ഒരു ദിവസം ഇതിന്റെ പ്ലാനുമായിട്ട് അഭിമന്യ പിതാവിനെ കാണുന്നതിന് വേണ്ടി അടൂര്, അന്ന് പിതാവ് രാത്രിയിൽ അടൂര് താമസിക്കുന്ന സമയത്താണ്. അവിടെ ചെന്ന് രാത്രി 11 മണി വരെ ഡിസ്കഷനായിരുന്നു. ആ സമയത്ത് പിതാവ് ഞങ്ങളോട് വളരെ ഗൗരവമായിട്ട് തന്നെ പറഞ്ഞു, ഈ മദ്ബഹായുടെ അടിയിൽ ഒരു സെല്ലർ പണിയണം. അന്ന് സത്യത്തിൽ ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഈ ഒരു ചിന്ത വന്നില്ല. അതിനുള്ള പ്രൊവിഷനൊക്കെ ഇട്ട് ഞങ്ങൾ ചെയ്തു. പിന്നീട് പിതാവ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഇത് വീക്ഷിക്കുകയും ഇതിന്റെ മാറ്റങ്ങൾ എപ്രകാരം വേണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു പിതാവിന് എന്തോ വലിയ ഒരു ചിന്ത ഈ ദേവാലയത്തെക്കുറിച്ചുണ്ടായിരുന്നു. ഭാഗ്യസ്മരണാർഹനായ മാർ യൂഹാനോസ് പിതാവ് കാലത്തിന് മുമ്പേ നടന്ന വലിയ വ്യക്തിത്വമുള്ള ആളായി, അതുപോലെ തന്നെ വലിയ ദീർഘവീക്ഷണമുള്ളൂ. അഭിമന്യ കാലം ചെയ്ത യശസ്വരീനായ മാർ യൂഹാനോസ് പിതാവിനെ പോലെ തന്നെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നമ്മുടെ പിതാവിന്റെ ആ ഒരു ചിന്തയാണ് യഥാർത്ഥത്തിൽ ഇത്ര മനോഹരമായിട്ട് ഈ ദേവാലയം ഇന്ന് ഇവിടെ സമർപ്പിക്കുന്നതിന് സാധിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഭയുടെ തലവനും പിതാവുമായി അഭിമന്യ പിതാവിനെ നമുക്ക് ലഭിച്ചത് വളരെയേറെ സന്തോഷകരവുമാണ്. ഓരോ ദിവസവും മലങ്കര സഭ വളർന്നുകൊണ്ടിരിക്കുന്നു, ദ്രുതഗതിയിൽ ദ്രുതവേഗത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു അഭിമന്യ പിതാവിന്റെ പിന്നിൽ. തീർച്ചയായും അഭിമന്യ പിതാവിനോടൊപ്പം, പിതാവിന്റെ എല്ലാ ആജ്ഞയ്ക്കുമൊപ്പം പിതാവിന് ശക്തി പകർന്നുകൊണ്ട് ഞങ്ങളൊക്കെയും പിന്നിലുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട രൂപത പിതാവിനോടൊപ്പമുണ്ട്. പിതാവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി
ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ദേവാലയ കുദാശ മൂറാൻ കുദാശയ്ക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചു. അപ്പോൾ ഇന്ന് പിതാവിനോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളു. ഇവിടെ മർത്തോമ റാണി നിലക്കൽ ഭദ്രാസനാധിപൻ അഭിനന്ദ ഗീവർഗീസ് മാർ അഥാനേസ് എപ്പിസ്കോപ്പ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യാക്കോബായ സഭാസ് ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിനന്ദ യൂഹാനന്മാർ മിലിത്യോസ് പിതാവ്, രണ്ടുപേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുള്ളതായ നന്ദി അറിയിച്ചുകൊള്ളു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ ദേവാലയത്തിലേക്ക് പ്രത്യേകമായി ആശംസകൾക്കായിട്ട് ക്ഷണിക്കപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു. റവന്യൂ മന്ത്രി ഇന്നലെ 2 ദിവസം മുമ്പുള്ള ഒരു മീറ്റിംഗിൽ ഇവിടെ വന്ന് നമുക്ക് ആശംസകൾ അർപ്പിച്ചിട്ട് പോയി. അതുപോലെ തന്നെ അഭിമന്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പൊലിത്ത തുമ്പമൺ ഭദ്രാസനാധിപൻ ഇന്നലെ ഇവിടെ കടന്നു വന്ന് ഇവിടെ ആശംസ അർപ്പിച്ചു പോയി. ദേവാലയ മൂറാൻ കൂദാശ സമയത്ത് അഭിമന്യ മാത്യു അറക്കൽ പിതാവുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ഒട്ടനവധി സഭാ പിതാക്കന്മാര് വരികയും ഇവിടെ വന്ന് നമ്മളോട് ഉള്ള സ്നേഹം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു. അവർക്കൊക്കെ ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ മുഖ്യ അതിഥിയായി കടന്നു വന്ന ബഹുമാനായ ആന്റണി എം പി, അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച ബഹുമാനപ്പെട്ട രാജു എബ്രഹാം MLA, പത്തനംതിട്ട ജില്ലാ പോലീസ് ചീഫ് ശ്രീ KK ബാലചന്ദ്രൻ അവർ, മദർ സുപ്പീരിയർ സുഹൃത മദർ, അതുപോലെ തന്നെ നമ്മുടെ ഒപ്പമുള്ള ശ്രീമാൻ ജെറീഷോ ഉമ്മൻ തുടങ്ങി നമുക്ക് ഇവിടെ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിലുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ കടന്നു വന്ന് ഇവിടെ ഇന്ന് ഈ മൂറാൻ കുദാശയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പത്തനംതിട്ട രൂപതയുടെ വിവിധ ഭാഗങ്ങൾ മറ്റു രൂപതകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇന്ന് മടങ്ങി വീടുകളിലേക്ക് പോയിട്ട് നാളെ രാവിലെ തന്നെ 9 മണിക്ക് തന്നെ ഇവിടെ തിരിച്ച് കടന്നു വരേണ്ടവരാണ്. എല്ലാവരും കാണിച്ച ഈ വലിയ മഹാമനസ്കതയ്ക്ക് എല്ലാവരോടുമുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക പിതാക്കന്മാര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കള്, എല്ലാവർക്കും സമയപരിമിതി കൊണ്ട് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പാപ്പാമംഗളത്തോടെ പൊതുസമ്മേളനം സമാപിക്കുന്നു. അതിനുശേഷം ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന ശിലാഫലകം മോറാൻമാർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ അനാച്ഛാദനം ചെയ്യുന്നതോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷകൾ പൂർണ്ണമാവുകയാണ്. നാളത്തെ ക്രമീകരണം ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. നാളെ 8 മണിക്ക് അഭിനന്ദ പിതാക്കന്മാർക്ക് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സ്വീകരണം, 8:15 3 മണിയുടെ പ്രാർത്ഥന, 8:30 അഭിനന്ദ മോറോൻമോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലെ പരിശുദ്ധ കുർബാന മധ്യേ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് വചന സന്ദേശം നൽകുന്നതാണ്. 11 മണിക്ക് പൊതുസമ്മേളനത്തിൽ ശ്രീമാൻ PJ കുര്യൻ മുഖ്യ അതിഥിയായിരിക്കും. 1 മണിക്ക് എല്ലാവർക്കും ഉച്ചഭക്ഷണം. കൃത്യം 2 മണിക്ക് പുനരൈക്യ പ്രേക്ഷിത റാലി നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ നിന്ന് മൈലപ്ര തിരുഹൃദയ ദേവാലയത്തിലേക്ക്, അവിടെ പരിശുദ്ധ കുർബാനയുടെ വാഴ്വോടുകൂടെ നമ്മുടെ 82ാം പുനരൈക്യ വാർഷിക ആഘോഷം സമാപിക്കുന്നതായിരിക്കും. ഏവരും കൃത്യസമയത്ത് തന്നെ പ്രാർത്ഥനാപൂർവ്വം എത്തിച്ചേർന്ന് ഈ പരിപാടികളുടെ വിജയത്തിനായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. No
ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ശിലാഫലകം അനാച്ഛാദനം ചെയ്യുവാനായിട്ട് മൊറാൻമോർ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവായും വിശിഷ്ട അതിഥികളും ഇപ്പൊ ദേവാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടന്നു വരുന്നതാണ്. ആഘോഷ കമ്മിറ്റികളുടെ ചെയർമാൻമാരുടെയും കൺവീനർമാരുടെയും ഒരു സംയുക്ത യോഗം ഉടൻ തന്നെ മാർ അന്തോണിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ കൂടുന്നതാണ്. ദയവായിട്ട് കൺവീനർമാരും കമ്മിറ്റിയുടെ ചെയർമാൻമാരും ആ മീറ്റിംഗിൽ സംബന്ധിച്ച ശേഷം മടങ്ങിപ്പോകാവൂ എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സിനും ഇടവകയിലെ പ്രത്യേക ചുമതല വഹിക്കുന്ന ആളുകൾക്കും വൈകിട്ടുള്ള ഭക്ഷണം ഇവിടെ തന്നെ ക്രമീകരിച്ചിട്ട് ഉണ്ട് എന്നതിനാൽ നാളത്തേക്കുള്ളതായ ക്രമീകരണങ്ങളിൽ സഹകാരികളാകുവാൻ അവർ ഇവിടെ ഉണ്ടാകണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ആഘോഷ കമ്മിറ്റികളുടെ ചെയർമാൻമാരും കൺവീനർമാരും ഉടൻ തന്നെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരിക. തോമസ് മാർ അന്തോണിയോസ് തിരുമേനിയുടെ മുഖ്യ അധ്യക്ഷതയിൽ നാളത്തേക്കുള്ള പരിപാടികളെക്കുറിച്ച് വിശദമായി ആലോചിച്ച് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്ത ശേഷം മാത്രമേ എല്ലാവരും മടങ്ങിപ്പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ രാവിലെ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ക്രമീകരണത്തിനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് തന്നെ നാളത്തേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും റെഡിയാക്കിയ ശേഷം മാത്രമേ പോകാവൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദയവായി ശ്രദ്ധിക്കുക. ആഘോഷ കമ്മിറ്റികളുടെ ചെയർമാൻമാരുടെയും കൺവീനർമാരുടെയും ഒരു ആലോചനാ യോഗം അഭിവന്യ തോമസ് മാർ അന്തോണിയോസ് തിരുമേനിയുടെ അധ്യക്ഷതയിൽ ദേവാലയത്തിൽ കൂടുന്നതാണ്. നാളത്തേക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഇന്ന് തന്നെ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുവാനാണ് ഈ യോഗം ക്രമീകരിച്ചിരിക്കുന്നതിന്. ആയതിനാൽ എല്ലാവരും ഈ ദേവാലയത്തിന് ഉള്ളിലേക്ക് കടന്നു വന്ന് ആ യോഗം വളരെ വേഗം ആരംഭിക്കുന്നതിന് സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. നിത്യനിദാനമേ പരിപൂർണനേ